പാട്ട്, ഇപ്പോൾ സിനിമാ പാട്ട് കേൾക്കുന്നു, ഈ പാട്ട് കേൾക്കുന്നത് ഈശ്വര വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്ന് കരുതുന്നുണ്ട്. അല്ല, ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് എല്ലാ സംഗീതവും പാടില്ല എന്നുള്ളതല്ല, മറിച്ച് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൽ അത് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പിന്നെ ഒരു പക്ഷേ ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ നോക്കിക്കാണുന്ന രൂപത്തിലായിരിക്കില്ല ഒരു മുസ്ലിം ലോകത്തെ നോക്കിക്കാണുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, മുസ്ലിമിന് ഒരു ജീവിതത്തിന് ഒരു അർത്ഥവും ഒരു ലക്ഷ്യവുമുണ്ട്. അത് ഈ ലോക ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം, അതിനൊരു പർപ്പസ് കൃത്യമായി ഇസ്ലാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കാം. അതായത് ആ പർപ്പസിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതിൽ നിന്നും വ്യതിചലിക്കുന്ന, മനസ്സിനെ വ്യതിചലിക്കുന്ന എന്തിനേയും അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രൂപമാണ് കാണാൻ പറ്റുക. അത് നമ്മളിപ്പം ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഒരു വഴിയിൽ നിന്ന് നമ്മൾ വിട്ടുപോകാൻ ഒരു റിയാലിറ്റിയിൽ നിന്ന്, ഞാനിപ്പോൾ ഒരു എൻ്റെ ജോലി, എൻ്റെ കുടുംബം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിയാലിറ്റിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു പാട്ട് കേട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു DJ പാർട്ടിയിൽ പോയി ഞാൻ ആ റിയാലിറ്റിയിൽ നിന്നും കുറച്ച് നേരത്തേക്ക് അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു തരത്തിൽ എന്താണ്, ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടലാണ്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ പ്രയോഗിച്ചിട്ടുള്ളത് തന്നെ പിന്നെ നിങ്ങളെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും തെറ്റിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിനോദങ്ങളെ വിലക്ക് വാങ്ങുക എന്നുള്ളതാണ് ഖുർആന്റെ പദപ്രയോഗം. അപ്പം നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും തെറ്റിച്ച് വിശുദ്ധ ഖുർആനിൽ വിനോദങ്ങൾ വിലക്ക് വാങ്ങുന്നത് ഹറാമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരടക്കം പറഞ്ഞിട്ടുള്ളത്. ഹദീസുകളിലും സംഗീതത്തെ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിനെ, പാട്ടിനെയല്ല, പാട്ട് പാടാമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് മാത്രമായി പാടാം, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഹറാമാണ് എന്ന് പറഞ്ഞുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനം ഇതാണ്, നമ്മുടെ ഒരു റിയാലിറ്റിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്നു. അതൊരു പക്ഷേ ഒരു മതമില്ലാത്ത അല്ലെങ്കിൽ ഈ മതത്തിന്റെ പുറത്ത് നിൽക്കുന്ന, ഈ ലോകവീക്ഷണത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അബ്സേർഡായിട്ട് തോന്നാം സ്വാഭാവികമായിട്ടും, ഒരു പാട്ട് അല്ലെങ്കിൽ സംഗീതം പോലും ഇല്ലാത്ത. പക്ഷേ ഈ ഏതൊരു ലോകവീക്ഷണത്തിനെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് വരണം. അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് കൃത്യമായൊരു ജീവിത ലക്ഷ്യവും ജീവിത വീക്ഷണവുമുണ്ട്. അതിൽ നിന്നും തെറ്റിക്കുന്നത് പലതരത്തിൽ അത് നിരുത്സാഹപ്പെടുത്തിയതുണ്ടാവാം, ഹറാമായതുണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഇങ്ങനൊരു ചോദ്യ മുനയിൽ നിർത്താൻ മാത്രം, ഇപ്പോൾ ഏതെങ്കിലും ഒരു കലാരൂപം അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ സംഗീതം കേൾക്കുന്നില്ല, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ഫുള്ളി സംഗീതം കേൾക്കുന്നില്ല, ഇതൊന്നും ഒരു തരത്തിലും നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെയോ ഇവിടെയുള്ള പൊതുസമൂഹത്തെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമാണോ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മാത്രം വിശ്വാസമായി അതിനെ സൂക്ഷിക്കുന്നിടത്ത് വളരെ പ്രധാനമായിട്ട് ഒന്നുമില്ല. കാരണം സ്വകാര്യതയാണ്, നമ്മൾ ആത്മീയമായ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സുംബയെ എതിർക്കുന്നത്. സുംബ എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുവിദ്യാലയത്തിൽ കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് അവരാഹ്ലാദിക്കുന്നതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു പ്രവാചകൻ വരുന്ന ഘട്ടത്തിൽ കുട്ടികൾ ആഹ്ലാദിക്കുന്നതിനോട് അദ്ദേഹത്തിന് എതിർപ്പില്ലായിരുന്നു. അതേപോലെ കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് ആഹ്ലാദിച്ച് തുള്ളിച്ചാടുന്നതിനെ നിങ്ങൾ എതിർക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ സ്വകാര്യമായ വിശ്വാസത്തെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അല്ലല്ല, അവിടെയാണ് പ്രശ്നം. കുട്ടികൾ ആഹ്ലാദിക്കാൻ പാടില്ല എന്നാണോ ഞങ്ങൾ പറഞ്ഞത്? അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒരു കലാരൂപം ആസ്വാദിക്കാൻ പാടില്ല അല്ല. താങ്കളുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സെലിബ്രേഷൻ കൾച്ചർ. സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ആഘോഷമാണ്. അള്ളാഹു തന്നെ അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുറാനിൽ 2 ആഘോഷങ്ങൾ സുന്നത്താക്കിയിട്ടുണ്ട്. 2 പെരുന്നാളുകൾ. പെരുന്നാൾ ദിവസം നോമ്പെടുക്കാൻ പോലും പാടില്ല, അത് ഹറാമാക്കിയില്ല. അപ്പോൾ അത്രയും ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ്. 2 വിശ്വാസികൾക്ക് ഹലാലാക്കി കൊടുത്തിട്ടുണ്ട്. ആ മതത്തിന്റെ വക്താവായി താങ്കൾ പറയാണ് സെലിബ്രേഷൻ കൾച്ചർ തെറ്റാണ്. അല്ല, അവിടെയാണ് താങ്കൾ മനസ്സിലാക്കിയെടുത്തുള്ളൊരു പ്രശ്നം. സെലിബ്രേഷൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, സെലിബ്രേഷൻ കൾച്ചർ പ്രശ്നമാണെന്നാണ് വ്യത്യാസം. യെസ്, അതായത് എന്തൊരു കാര്യത്തിനെയും ഒരു ആഘോഷമായിട്ടും ആ രൂപത്തിൽ കാണുക. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആഘോഷങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും സന്തോഷ പ്രകടനങ്ങളും ഒക്കെ വേണം. പക്ഷേ എല്ലാം ജീവിതത്തെ തന്നെ അങ്ങനെ കാണുന്ന ഒരു ആഘോഷമാക്കണം എന്നുള്ളതൊരു വാദമാണ്. ആ വാദത്തോട് ഞങ്ങൾ വിയോജിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന്റെ എൻ്റെ ഒരു വളരെ ചിലപ്പോൾ തെറ്റായിരിക്കാം, ഒരു മനുഷ്യൻ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ സന്തോഷമാണ്. അപ്പോൾ അവന്റെ സന്തോഷവും സെലിബ്രേഷനും ഇഷ്ടപ്പെടാത്തൊരു ദൈവം, അത് വളരെ സാഡിസ്റ്റ്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത പ്രശ്നം. സന്തോഷം വേണ്ടെന്നോ ആഘോഷിക്കേണ്ടെന്നോ അല്ല പറയുന്നത്, എല്ലാം ആഘോഷിക്കുക. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞോട് കണക്ട് ചെയ്യുന്നത്. ഈ സംഗീതമായിട്ട് ഞാൻ പറഞ്ഞത് എല്ലാത്തിനെയും ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഒരു ജീവിത ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ തെറ്റിയിട്ട് എല്ലാം ആഘോഷിക്കുക. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലേക്ക് പോയാൽ എന്താ കാണാൻ സാധിക്കുന്നത്? എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിക്കാണ്. അത് ബർത്ത്ഡേ ആവണമെന്നില്ല, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞതാവണമെന്നില്ല, എക്സാം പ്രഖ്യാപിക്കണമെന്നില്ല, എന്തും ആഘോഷിക്കുക, അവിടെ ഒരു പാട്ടിട്ട് തുള്ളിക്കളിക്കുക, DJ നടത്തുക. ഇങ്ങനെ ഒരു കൾച്ചറിലേക്ക് പോയാൽ കാര്യങ്ങളെ കുറച്ചുകൂടി ഗൗരവകരമായി, ജീവിതത്തെ ഗൗരവകരമായി കാണുന്നതിനെ പൂർണ്ണമായി ഇല്ലാതാക്കി
മുഖ്യമന്ത്രി ഈ സുംബ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഈ പ്രസംഗം താങ്കളുടെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം എടുത്ത് കാണിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, വൈകിട്ട് വരെ കുട്ടികൾ പഠിക്കുകയാണ്, പുസ്തകങ്ങൾക്കിടയിലാണ്. അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ അധ്യാപകനായിട്ട് കൂടി ജോലി ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ ആ സ്ട്രെസ് ഒന്ന് മാറാൻ വേണ്ടി എല്ലാ കുട്ടികളും ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ടിട്ട് അവർ ഒരേ താളത്തിൽ നൃത്തം ചെയ്യുന്നവർ കൂടിക്കലരുന്ന പോലും ഇല്ല. അവർ മറ്റേ സാമ്പാ നൃത്തം പോലെയോ അല്ലെങ്കിൽ അവർ മറ്റേ ക്യാബറ പോലെയോ ഒരുമിച്ചല്ല. അവർ വരിയിൽ നിന്ന് വളരെ അച്ചടക്കത്തോടു കൂടി അവർ ഡാൻസ് ചെയ്യുന്നു, അവർ മടങ്ങിപ്പോകുന്നു വീട്ടിലേക്ക്. അപ്പോൾ അവർക്ക് അന്ന് വൈകുന്നേരം വരെ ഉണ്ടായ സ്ട്രെസ്സിൽ നിന്നൊരു റിലീഫ് ഉണ്ടാകുന്നുണ്ട്. ഈ സ്ട്രെസ് റിലീഫിന് വേണ്ടി അവർക്ക് മറ്റൊരു മയക്കുമരുന്നിലേക്കോ മറ്റ് പുറത്തെ കൂട്ടുകെട്ടിലേക്കോ പോവാതെ അവിടെ തന്നെ ആ സ്ട്രെസ് റിലീഫ് ചെയ്യപ്പെടുകയാണ്. ഇതിനെ ഏതർത്ഥത്തിലാണ് സെലിബ്രേഷൻ കൾച്ചർ വരുന്നത്? അവിടെയാണ് താങ്കൾ പറഞ്ഞ കാര്യം വളരെ റെലവൻ്റ് ആയ ഒരു കാര്യമാണ്. കുട്ടികൾക്ക് ആരെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് ആ ചർച്ച ചെയ്യേണ്ട ഒരു അംഗീകരിക്കുന്നില്ല അല്ല. ആ നിലക്ക് അത് വിദ്യാഭ്യാസ രംഗത്ത്, ഞാനൊരു വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ സിലബസിൽ സ്ട്രെസ് ഉണ്ടോ അല്ലെങ്കിൽ അതിമാത്രം സ്ട്രെസ് ഉണ്ടോ എന്നുള്ളത് വേറെ ഒരു ചർച്ചയാണ്. ആ ഡിബേറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്ട്രെസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ഈ പറഞ്ഞതുപോലെയുള്ള വഴികൾ വേണം. അത് ഒരു വഴി മാത്രം അടിച്ചേൽപ്പിക്കേണ്ടതാണോ? അല്ല, അവിടെയാണ് വിയോജിപ്പിന്റെ മർമ്മം. വേറെ ഒരു വഴി പറയും. പിന്നെ കായിക പരിശീലനങ്ങൾ, ഫുട്ബോൾ കളിക്കാൻ, ഞാനൊരു പ്രാക്ടിക്കലായ ഒരു മിനിറ്റ് ഞാൻ മുംബൈയുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം പറയാം. കായിക പരിശീലനത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കായികമായി എഫേർട്ട് എടുക്കുന്ന പോലെയല്ല സുംബയുടെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് നിങ്ങൾ കായികമായി എഫേർട്ട് എടുക്കുകയും അതിനെ മാനസികമായ ഉല്ലാസത്തിന് ഉപയോഗിക്കുകയും ചെയ്യാനുള്ള ഒരു മിക്സിംഗ് ആണ്. മറ്റേത് വെറും അധ്വാനമാണ്, എഫേർട്ടാണ്. യെസ്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു 50 കുട്ടികളിൽ സൂംബ ഈ പറഞ്ഞതുപോലെ താങ്കൾ മനസ്സിലാക്കിയത് സൂംബയെ മനസ്സിലാക്കി കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 20 കുട്ടികളുണ്ടാകുമെന്ന് വിചാരിക്കും. അതേ സമയത്ത് നിങ്ങൾക്ക് സൂംബ കളിക്കണോ ഫുട്ബോൾ കളിക്കണോ എന്ന് ചോദിച്ചാൽ ഫുട്ബോൾ തിരഞ്ഞെടുക്കുന്ന 10 ആളെങ്കിലും ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ സൂംബയോട് മാനസികമായ അങ്ങനെ ഒരു കാര്യത്തോട് വിയോജിപ്പുള്ളവരുണ്ടാവുമല്ലോ. നമ്മൾ പറയുന്ന ഇത്രേ ഉള്ളൂ, എന്തിനാണ് ഒരു രൂപം മാത്രം അടിച്ചേൽപ്പിക്കുന്നത്? സൂംബ കളിക്കുന്നവർ കളിച്ചോട്ടെ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു എയ്ഡഡ് സ്കൂളിലുള്ള ഒരു പാരൻസിന് അയച്ചൊരു ലെറ്റർ ഈ അടുത്ത് എനിക്ക് കിട്ടി. അത് ഒതൻറ്റിക് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്കൂളിന് ശേഷം ഒരു 15 മിനിറ്റ് കുട്ടികൾക്കുള്ള ഉല്ലാസത്തിനുള്ള ഒരു സമയം വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ കുട്ടി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് ടിക്ക് ഇടുക എന്ന് പറഞ്ഞിട്ട് ഫുട്ബോൾ, കളരി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇങ്ങനെ പോരെ. അതായത് നമ്മൾ എന്തിനാണ് ഒരു രൂപം മാത്രം എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കുന്നത്? നമ്മളൊരു 15 മിനിറ്റ് സമയമുള്ളത്. ആ 15 മിനിറ്റ് സമയത്ത് കുട്ടികളെല്ലാവരും ഈ ലോകം വീഴില്ല. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ പറഞ്ഞ എല്ലാ അടിസ്ഥാന പ്രമാണങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് സന്തോഷിക്കാൻ പ്രവാചകൻ തന്നെ അനുമതി കൊടുക്കുന്നുണ്ട്. സെലിബ്രേഷൻ എതിരല്ല, കുട്ടികൾ കൂടിക്കലരാതെ നൃത്തം ചെയ്യുന്നതിനോട് നിങ്ങൾ എതിരല്ല. സുംബയിൽ അവിടെ പാലിക്കപ്പെടുന്ന താങ്കളുടെ കുട്ടി പോകുന്ന പിന്നെ വിദ്യാലയത്തിൽ നിങ്ങളൊരു 50 പാരൻസും സൂംബ കളിക്കുകയാണെന്ന് ആർക്കും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ സൂംബ നടത്തിക്കോട്ടെ. അല്ലാത്ത സ്ഥലങ്ങളിൽ PTA മീറ്റിങ്ങുകൾ കൂടി ഇപ്പോൾ അതല്ലാത്ത താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, സൂംബ കളിക്കാതിരിക്കുന്നത് ഒരു രാജ്യദ്രോഹം എന്നല്ലല്ലോ. അല്ല, അത് കളിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്നുള്ള ഒരു 50 കുട്ടികളുടെ ഇഷ്ടത്തെ ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന വന്ന് ഇല്ലാതാക്കുമ്പോൾ തല്ലിക്കെടുത്തപ്പെടുന്ന അവിടെ 10-5 കുട്ടികളുടെ സന്തോഷം അല്ല. അവിടെയാണ് 1-2 നമ്മൾ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി അവിടെ സുംബ വേണ്ട എന്ന് പറയുന്നതിന്റെ എതിർപ്പില്ല. ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവിടെ നടപ്പാക്കുന്ന പദ്ധതികൾ അവിടെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഒന്നിച്ചുള്ളതാണ്. അത് 1-2 ആളുകളുടെ ഇത്തരം അഭിപ്രായം, ഇപ്പോൾ മുസ്ലിം വിശ്വാസങ്ങളിൽ തന്നെ വളരെ ന്യൂനപക്ഷമാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അത് മൊത്തത്തിൽ അങ്ങ് എടുത്തു കളയാം. അവിടെയാണ് പ്രശ്നം. താങ്കൾ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് അതിന്റെ മർമ്മം എന്ന് പറയുന്നത്. പൊതുവിദ്യാലയമാണ്. പൊതുവിദ്യാലയത്തിൽ ഇപ്പോൾ താങ്കൾ പറയുന്നത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സൂംബ എന്നുള്ളതിനോട് എതിർപ്പ് വിസ്ഡത്തിന് മാത്രമല്ല, ഇവിടെയുള്ള സമസ്ത സംഘടനകൾ അതിനോട് വിയോജിപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ക്രൈസ്തവ പുരോഹിതൻ്റെ ഒരു ഇത് കണ്ടു ഞാൻ. അദ്ദേഹം അതിനോട് വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അടിച്ചേൽപ്പിച്ചതിനെതിരെ. ഇവിടെയുള്ള മുജാഹിദ് സംഘടനകൾ അതിനോട് വിയോജിപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അതിൽ പിന്നെ വളരെ വ്യക്തമായി അത് എതിർക്കപ്പെടേണ്ടതല്ല. പിന്നെ ISMന്റെ പ്രസിഡന്റ്, അതേപോലെ തന്നെ ഹുസൈൻ മടവൂരിനെ പോലെയുള്ള ആളുകൾ അതിനോട് വിയോജിപ്പ് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇതൊരു വിസ്ഡത്തിന്റെ വളരെ ചുരുങ്ങിയ അഭിപ്രായം മാത്രമല്ല, ഒരുപാട് ആളുകൾ അതിനോട് വിയോജിപ്പുള്ളവരുണ്ട്. ഈവൻ ഇപ്പോൾ നിങ്ങൾ ഇത്തരം ന്യൂസുകളുടെ കമന്റുകളൊക്കെ നോക്കിയാൽ ഈവൻ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പോലും ഇത്തരം ഒരു സാധനത്തിനോട് വിയോജിപ്പുണ്ട്. എന്നാൽ അവരെല്ലാവരും കുട്ടികളുടെ സന്തോഷത്തെ പൂർണ്ണമായും അടിച്ചമർത്തണം എന്ന് പറയുന്ന ആൾക്കാരൊന്നുമല്ല. അതിന് പല വഴികളുണ്ടല്ലോ. ആ പല വഴികളിൽ ഓരോ സ്കൂളിനും അവിടുത്തെ പാരൻസ് അടക്കം ഒന്ന് ചർച്ച ചെയ്ത് എല്ലാവരുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് ജനകീയ ചർച്ചകളിലൂടെ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എന്താണ് വഴി എന്നുള്ളത് ഒരു ചർച്ചയിലൂടെ അല്ലേ വരേണ്ടത്. ഇവിടെ ഞങ്ങളുടെ വിയോജിപ്പിന്റെ മർമ്മം അതൊന്ന് പൂർത്തിയാക്കാൻ
പൂർത്തിയാക്കാൻ സമ്മതിക്കണം. ഞങ്ങളുടെ വിയോജിപ്പിൻ്റെ മർമ്മം എന്താ വെച്ചാൽ, ഒരു ദിവസം ഏപ്രിലാണെന്നാണ് എൻ്റെ ഓർമ്മ, മുഖ്യമന്ത്രി ഇതിങ്ങനെ പ്രഖ്യാപിക്കും, ജംബോന്നോ പേരിലുള്ള ഒരു നൃത്തമുണ്ട്, പ്രഖ്യാപിക്കുന്നു. തൊട്ടടുത്ത വർഷം ശിവൻകുട്ടി അത് എന്ത് ചെയ്യുന്നു, അത് പിന്നെ നടപ്പിലാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ അപ്പോൾ തന്നെ നമ്മളിത് സൂംബ എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിൻ്റെ കൾച്ചറലി ഞങ്ങളുടെ വിയോജിപ്പുകൾ ഞങ്ങൾ പറയുന്നുണ്ട്, ബോധവൽക്കരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒരു പൊതുവിദ്യാലയത്തിൽ എന്തൊരു കാര്യമാകട്ടെ, സൂംബ മാത്രമല്ല ഏതൊരു കാര്യമാകട്ടെ, അത് നടപ്പിലാക്കുമ്പം ഇവിടെ നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. ജനകീയ ചർച്ചകളിലൂടെ പാരൻസിനോട്, അധ്യാപകരോട്, കുട്ടികളോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഇത് നടപ്പിലാക്കാറുള്ളത്. ഇതൊന്നുമില്ലാതെ പെട്ടെന്നൊരു ദിവസം ഒരു സർക്കുലർ വരികയാണ്, ഇതാ സൂംബ നടപ്പിലാക്കാൻ പോകുന്നു, എല്ലാവരും നടപ്പിലാക്കിയിരിക്കുക നിർബന്ധമാണ്. അതിന്റെ കാരണമാണ് ചോദിക്കുന്നത്. അഭിപ്രായ വ്യത്യാസമുണ്ട്, ജനാധിപത്യപരമായി ചോദിക്കണം, ശരി. അതിന്റെ കാരണം കേവലം മതപരമായ ബോധം മാത്രമാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിനോദത്തെ വിലക്കുന്ന മതത്തിന്റെ ഫത്വകളാണ് നിങ്ങളിപ്പോ അതിനെ സുംബയെ എതിർക്കാനുള്ള പ്രധാന കാരണം. ഞാൻ പറഞ്ഞത് ഇത് മതവുമായി ബന്ധപ്പെട്ട് മതത്തിന്റെ എലമെന്റുകൾ അതിലുണ്ട്, മതം മാത്രമല്ല. അതാണ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇനി മതമാണെങ്കിൽ തന്നെ ഒരു മതപരമായി ഞങ്ങൾക്ക് ഇപ്പോൾ സൂം തീരെ കളിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചോളും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജീവിക്കാനും ഇവിടെ സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണ്ടേ? അവരെ കൂടി നമ്മൾ ഉൾക്കൊള്ളണം. മാത്രമായി മാറി നിൽക്കുന്നതിനെതിരെ ആ കുട്ടികൾ മാറി നിൽക്കട്ടെ. ആ കുട്ടികൾ മാറി നിൽക്കുന്നതിനെ ഇങ്ങനെ പൊതുവൽക്കരിച്ച് വലിയ പ്രശ്നവൽക്കരിച്ച് ഇതൊരു വലിയ പ്രശ്നമാണ്, ഇത് ചർച്ചയില്ലാതെ നടപ്പാക്കുന്നത്. താങ്കളൊരു മാധ്യമ പ്രവർത്തനമാണ്, എന്തുകൊണ്ടാണ് താങ്കൾക്ക് തിരിച്ച് ചിന്തിക്കാൻ പറ്റാത്തത്? അതായത് കുറച്ച് ആളുകൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ട്, അത് വിസ്ഡത്തിന് മാത്രമൊന്നല്ല, ഒരുപാട് ആളുകൾക്ക് വിയോജിപ്പുണ്ട്, അത് പറയുന്ന രീതികളിൽ അവിടെയാണ് താങ്കൾക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചൂടെ? ഇങ്ങനെ കുറച്ച് ആളുകൾ മാറി നിൽക്കുന്ന ഒരു രീതിയാണോ പൊതുവിദ്യാലയത്തിൽ അടിച്ചേൽപ്പിക്കേണ്ടത്? അതല്ല, ഓരോരുത്തരും പറ്റുന്ന ഓരോ സ്കൂളിലും ചിലപ്പോൾ സൂം ഒരു തലക്കും നടപ്പാക്കുമ്പോൾ ഒരു ഭൂരിപക്ഷത്തിന്റെ വലിയൊരു സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടി അത് മാറ്റിവെക്കുന്നതിനേക്കാൾ ഈ ഒന്നോ രണ്ടോ ആളുകൾ അവർ ചെയ്യട്ടെ, ഞാൻ മാറി നിൽക്കാം തീരുമാനിക്കുന്നതല്ലേ നല്ലത്. ഇത് ഇപ്പോൾ താങ്കൾ പറയുന്നത് ഒരു കുട്ടി, ഒന്നോ രണ്ടോ കുട്ടികൾ മാറി നിൽക്കുക, ഇപ്പോൾ സൂംബയെ എതിർത്തു എന്നുള്ളതിന്റെ പേരിൽ ഞങ്ങളൊക്കെ നേരിട്ട മാധ്യമ വിചാരണകളും സോഷ്യൽ മീഡിയ ട്രോളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു കുട്ടിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു 50 കുട്ടികളുള്ള ഒരു സ്കൂള്, അതിൽ 2 കുട്ടികൾ മാറി നിൽക്കുന്നു. ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായ സമ്മർദ്ദം എത്രയായിരിക്കും? അവിടെയാണ് നമ്മൾ പറയുന്നത് ഒരു ഇൻക്ലൂസീവ് ആണ്. മാനസിക സമ്മർദ്ദം ഉണ്ടാവില്ല, കാരണം ആ കുട്ടി സ്വമേധയാ തീരുമാനിച്ച് എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ പറയുന്നത് ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലുള്ള ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ചാണ് ആ കുട്ടി മാറി നിൽക്കുന്നത്. സങ്കടം ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളെപ്പോലുള്ള മത അധ്യക്ഷന്മാരുടെയോ അത് വിശ്വസിക്കുന്ന രക്ഷിതാക്കളുടെയോ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ കുട്ടി മാറി നിൽക്കുന്നതെങ്കിൽ അത് ആ കുട്ടിക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കളോ ഈവൻ ഈ മതപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, ഡാൻസ് തന്നെ ഇഷ്ടമില്ലാത്ത, ഡാൻസ് കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. ഞാൻ മാറി നിൽക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് സ്ട്രെസ് ഉണ്ടാവും? കാരണം എന്താ വെച്ചാൽ എന്റെ കൂടെ ഉള്ളവരെല്ലാം അതിന് പോവുകയാണ്. ചെറിയ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വലിയ ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒന്നിൽ നിന്ന് സ്വമേധയാ മാറി നിൽക്കുന്നത് സ്ട്രെസ് ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു വാദം എനിക്ക് ഇഷ്ടപ്പെട്ടു. സാർ, എനിക്ക് ഒരു ബിരിയാണി മേശപ്പുറത്ത് വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരാൾ എന്നെ വിലക്കി കഴിക്കരുതെന്ന് പറഞ്ഞു, അപ്പൊ എന്നെ സ്ട്രെസ് ഉണ്ടാക്കും. എനിക്ക് ബിരിയാണി ഇഷ്ടമല്ലാത്ത ഒരാളാണ്, ഞാൻ കഴിക്കുന്നത്. ഫുഡിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ പൊതുവിദ്യാലയത്തിലേക്ക് ബീഫ് നിർബന്ധമാക്കുകയാണെന്ന് വിചാരിക്കാം. ഉച്ചക്ക് ബീഫ് എല്ലാവർക്കും കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ, മതപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ഫുഡ് കൊടുക്കുമ്പോൾ അവർ മാത്രം എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് മാനസികമായി പ്രശ്നമുള്ള ഒരു കാര്യം. നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞു, ആ കുട്ടിക്ക് ബീഫ് ഇഷ്ടമല്ല എങ്കിൽ ആ കുട്ടിക്ക് കുട്ടിയുടെ മതം പറയുകയാണ് നിങ്ങൾ ബീഫ് കഴിക്കരുത്, അതുകൊണ്ട് മാറി നിൽക്കാൻ സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ മതാണോ മനസ്സിലാക്കുക? അല്ല, അവിടെയാണ് പ്രശ്നം. മതപരമായിട്ടോ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള വേറെ കാരണങ്ങൾ കൊണ്ടോ മാറി നിൽക്കുകയാണെങ്കിൽ പോലും പൊതുവായി ഒരു കാര്യം എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുമ്പോൾ 1-2 ആളുകൾ അവിടുന്ന് പൊതുവായ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ 1-2 ആളുകൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുമ്പോൾ അവിടെ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും അവർക്ക് സ്ട്രെസ്സുകൾ ഉണ്ടാവും. ഇവിടെയാണ് ഞാൻ പറയുന്നത്, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട്? ഇതിൽ വേറെ ഒരു കാര്യം പറഞ്ഞു, രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികൾ ഏത് കൾച്ചറിൽ വളരണമെന്ന, ഏത് തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അർഹതയുണ്ട്. 18 വയസ്സ് വരേക്കും അതിനുള്ള അർഹതയുണ്ട്. അതും അതിൻ്റെ ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഒരു രക്ഷിതാവ് തീരുമാനിക്കണം, എൻ്റെ കുട്ടി ഇത്തരത്തിലുള്ളൊരു കൾച്ചറിലൂടെ അല്ല പോകേണ്ടത്, അവൻ പിന്നെ മാനസികമായ സമ്മർദ്ദങ്ങൾ മാറ്റേണ്ടത് അവൻ കളിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കളരിയിലൂടെയാണ്. അല്ല, ബോധ്യപ്പെടുത്തേണ്ട വിഷയമല്ല ഇത് ഭയങ്കരമായൊരു സോഷ്യൽ എക്സ്ക്ലൂഷനാണ് അവിടെ സംഭവിക്കുക. അവിടെ ഒരു മാറ്റി നിർത്തപ്പെടുക എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ട് ഇത് കുട്ടികളോടൊക്കെ നമുക്ക് എത്രത്തോളം ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഞാൻ അതാണ് പറഞ്ഞത്, ഒരു ബ്രാഹ്മണനായൊരു കുട്ടി എല്ലാവർക്കും ബീഫ് ഒരു പൊതുവൽക്കരിക്കപ്പെട്ട് നൽകുമ്പോൾ അവൻ മാത്രം എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുമ്പോൾ അവന് തീർച്ചയായും സമ്മർദ്ദം ഉണ്ടാവും. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇത് ആ സമ്മർദ്ദത്തെ അതൊരു മതപരമായ സമ്മർദ്ദമാണ്. അല്ല, മതം എന്ന് പറയുന്നത്
ആ ബ്രാഹ്മൺ മതം ആ കുട്ടിയെ സമ്മർദ്ദം ചെലുത്തുകയാണ്, നിങ്ങൾ ബീഫ് കഴിക്കരുത്. അല്ല, കുട്ടിക്ക് ഇഷ്ടമുണ്ട് ബീഫ്, താങ്കൾ പറയുന്നത് ഇഷ്ടമുള്ള ബീഫിനെ നിഷേധിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. താങ്കൾ പറയുന്നത് ഇവിടെയുള്ള ഒരു പൊതുവായ എല്ലാവരും ബീഫ് കഴിക്കുന്നതുകൊണ്ട് ബ്രാഹ്മണനായ ആളും കഴിച്ചിരിക്കണം എന്നല്ല, കഴിച്ചിരിക്കുന്നത് തെറ്റില്ല. അല്ല, താങ്കൾ പറയുന്നത് മതം കൊണ്ട് എന്താ പറയാ അത് നിഷേധിക്കപ്പെടാണെന്നല്ലേ. അപ്പം പൊതുവായ ആളുകൾ എല്ലാവരും ബീഫ് കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. പൊതുവായ ആളുകൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡന്റിറ്റിയോ നിങ്ങളുടേതായ വിശ്വാസമോ പാടില്ല എന്ന ഒരു തരത്തിലുള്ള ഒരു കൾച്ചറൽ ഫാസിസാണ് താങ്കളുടെ വാക്കുകളിൽ വരുന്നത്. താങ്കൾ ഒരു ഫാസിസ്റ്റ് ആയതുകൊണ്ടല്ല, പക്ഷേ ഇവിടെയുള്ള ഒരു ലിബറൽ ഫാസിസാണ് താങ്കളുടെ വാക്കുകളടക്കം വരുന്നത്. ലിബറൽ ഒരിക്കലും ഫാസിസം അല്ല. ആ രണ്ട് വാക്കുകൾ ചേർത്ത് വെക്കുന്നതിന്റെ തെറ്റാണ്. കാരണം ഫാസിസ്റ്റ് ആയിട്ടുള്ള ചിന്തകൾക്കെതിരെ ഇതാണ് വേണ്ടത്. ഒരു കുട്ടിയോട് പറയാ ബീഫ് കഴിക്കരുത്, അരുത് എന്ന് കഴിച്ചിരിക്കണം എന്നൊരു ഫാസിസം ഇവിടെ ഉണ്ടാവുകയാണ്. ബീഫ് കഴിക്കരുത്, കഴിച്ചിരിക്കണം എന്നൊരു ഫാസിസം ഉണ്ടാവുകയാണ്. കഴിച്ചിരിക്കണം. ഒന്നുകിൽ നിങ്ങൾ ബീഫ് കഴിച്ച് പൊതുവിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും. ഓപ്ഷൻ എടുക്കാനുള്ള ഒരു ബോധ്യമുണ്ടല്ലോ കുട്ടികൾക്ക്. ഒരു മതം ബീഫ് കഴിക്കണം എന്ന് നിർബന്ധിക്കുന്നതും ഒരു മതം ബീഫ് കഴിക്കരുത് എന്ന് നിർബന്ധിക്കുന്നതും ഫാസിസമാണ്. ഇതിനിടയിൽ ചൂസ് ചെയ്യാനുള്ള അവന്റെ ലിബറൽ ബോധത്തെയാണ് നിങ്ങൾ ലിബറൽ ഫാസിസം എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നത്. താങ്കളുടെ ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഒരു മനുഷ്യന് അവന്റെ വൈചാരികമായിട്ടുള്ള വികാസത്തിനുള്ള പൂർണ്ണമായ സാഹചര്യത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. ആ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് നിങ്ങൾ ബീഫ് കഴിച്ചിരിക്കണം അല്ലെങ്കിൽ കഴിക്കരുത് എന്നുള്ള. എപ്പോഴാണ് അത് ഫാസിസം ആകുന്നത്? ഞാൻ അത് നിർബന്ധിക്കുമ്പോഴാണ്. നിങ്ങൾ സുംബ കളിക്കരുത്, സ്കൂളിൽ സുംബ ഉണ്ടെങ്കിൽ കളിച്ചിരിക്കണം എന്ന് പറയുന്നത്. കളിച്ചിരിക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെ പറയുന്നത് പറയുമ്പോഴാണ് എവിടെയാണ് കളിക്കരുത് എന്ന് പറയുന്നത്? കളിച്ചിരിക്കണം നിർബന്ധമാണെന്ന് പറയുന്നത് ഫാസിസം. കളിച്ചിരിക്കണം എവിടെ പറഞ്ഞു? അല്ല, ഫാസിസമാണോ? കളിച്ചിരിക്കണം ഫാസിസമാണോ? കളിച്ചിരിക്കണം എവിടെ പറഞ്ഞത്? അല്ല, ഫാസിസമാണോ? അതൊന്നും എവിടെയാണ് ശാസനം ഉള്ളത്? അല്ല, ഞാൻ ചോദിക്കുന്നത് അല്ല, നിങ്ങളുടെ ചോദ്യത്തിന് ഒരുപാട് ഉത്തരം പറഞ്ഞു. വളരെ സിമ്പിൾ ആണ്. അരുത് എന്ന് ശാസിക്കുന്നത് ആരാണ്? അരുത് എന്ന് ഒരിക്കലും ഒരു നിലക്കും നിങ്ങൾ പാടില്ല. അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് നിർബന്ധിക്കുന്നു പറയുകയാണെങ്കിൽ മതമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യമാണ്, വളരെ സിമ്പിൾ. ഒറ്റ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാൻ അനുവാദം തരണം. നിർബന്ധമായി നിങ്ങൾ കളിച്ചിരിക്കണം, സൂംബ കളിച്ചിരിക്കണം, ബീഫ് കഴിച്ചിരിക്കണം എന്ന് പറയുന്നത് ഫാസിസാണോ? അല്ലേ? ആണെങ്കിൽ ശിവൻകുട്ടി പറഞ്ഞത് ഫാസിസാണ്. ശിവൻകുട്ടി പറഞ്ഞത് എല്ലാ കുട്ടികളും താങ്കൾ പറഞ്ഞതനുസരിച്ച് ശിവൻകുട്ടി പറഞ്ഞത് എന്റെ ചോദ്യം അല്ല, ഒരു കുട്ടി സുംബ കളിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കുട്ടികളും കളിക്കുന്ന കൂട്ടത്തിൽ സുംബ കളിക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ മതം പറയുന്നു സുംബ കളിക്കരുത്. അതാണ് ഫാസിസം. സുംബ കളിക്കണമെന്ന് എന്റെ കൂട്ടുകാർക്കൊപ്പം സുംബ ഡാൻസ് ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. നൃത്തം എന്റെ കൂട്ടുകാർക്കൊപ്പം ഞാൻ പല രൂപങ്ങളുടെ എന്ന് പറയുന്നതാണ് ഫാസിസം. ലിബറൽ ഫാസിസം എന്ന് പറയുന്നത്. ലിബറൽ ഫാസിസത്തിന്റെ ഉദാഹരണം താങ്കൾ തന്നെ ഇപ്പൊ പറഞ്ഞു. നിർബന്ധമാണെന്ന് പറയുന്നത് ഫാസിസാണ്. ശിവൻകുട്ടി പറയുന്നത് നിർബന്ധമാണ്. അവിടെയാണ് ഫാസിസം. അതായത് താല്പര്യമില്ലാത്തവരിൽ അക്ഷരം അഭ്യസിച്ചിരിക്കണം എന്ന് പറയുന്ന ഫാസിസമാണോ? അല്ല, അതുപോലെയാണ് സൂംബ എന്നാണ് താങ്കൾ പറയുന്നത്. അതുപോലെ ഒരു സാധനം കുട്ടികളുടെ അതുപോലെ ഫിസിക്സ് പഠിക്കുന്നത് പോലെ കെമിസ്ട്രി പഠിക്കുന്നത് പോലെയാണോ സൂംബ? ആണല്ലേ? ആണെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അവരുടെ മാനസികോല്ലാസം കുറയ്ക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മാനസികോല്ലാസത്തിനുള്ള പദ്ധതികൾ ഓക്കെയാണ്. അതിൽ ആരും എതിർപ്പല്ല എന്ന് മാത്രമല്ല, ഒന്നായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണ്ടേ? അല്ലല്ല, അവിടെയാണ് അരുത് എന്ന് പറയുന്നത് ഫാസിസമാണ്. നിർബന്ധമാണെന്ന് പറയുന്നത് നിർബന്ധമാണ് എന്നല്ലല്ലോ പറയുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻ തരികയാണ്. നിർബന്ധമാണെന്നാണ് കളിക്കാനുള്ള ഇഷ്ടത്തെ നിങ്ങൾ അരുത് എന്ന് പറഞ്ഞ് വിലക്കുന്നിടത്താണ്. അല്ല, നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. ബീഫ് കഴിക്കാനുള്ള നിർബന്ധമാണെന്നാണ് ഫാസിസത്തെ കുറിച്ച് എന്താ പറയുക? ഞാൻ ഈ പോയിന്റ് ഒന്ന് പൂർത്തിയാക്കട്ടെ. നിർബന്ധമാണ് തന്നെയാണ് പറഞ്ഞത്. അത് പിന്നെ എതിർപ്പുകൾ മുഖേന പിന്നെ ചില പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്താവും നമുക്കറിയില്ല. നിർബന്ധമാണ് തന്നെയാണ് പറഞ്ഞത്. ഓരോ കുട്ടിയും അതിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. രക്ഷിതാവിന് ചോയ്സ് ഇല്ല എന്നുള്ളതാണ് ശിവൻകുട്ടിയുടെ പോസ്റ്റ്. അങ്ങനെയാണല്ലോ. രാവിലെ 9 മുതൽ 11 വരെ ക്ലാസ് ആണ്. അവിടെ ഇരിക്കണം. അവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പോലെയാണ് സൂംബ എന്ന് പറയുന്നിടത്താണ് ഞങ്ങളുടെ വിയോജിപ്പ്. അത് അറ്റ്ലീസ്റ്റ് ഒരു ജനകീയ ചർച്ചകളിലൂടെങ്കിലും വരണമായിരുന്നു. ഇതൊന്നും ഇല്ലാതെ അടിച്ചേൽപ്പിക്കുന്നു. അവിടെയാണ് ഞങ്ങളുടെ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും പഠിപ്പിക്കുന്ന നിങ്ങൾ എതിരല്ല. പക്ഷേ ഈ ഫിസിക്സിലും ബയോളജിയിലും കെമിസ്ട്രിയിലും പറയുന്ന കാര്യങ്ങളിലല്ല മതം പറയുന്നത്. അപ്പൊ അവിടെ എതിർപ്പ് വരണ്ടേ? അല്ലല്ല, ഈ എല്ലാ ഫിസിക്സും എല്ലാ കെമിസ്ട്രിയും എല്ലാ മതങ്ങളും സംസാരിച്ചിട്ടുണ്ടോ? അതെന്ന് വെച്ചാൽ ഈ സയൻസ് എന്ന് പറയുന്നത് ഭൗതികമായ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതും മതവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റും ഇല്ല.
ഫിസിക്സ്, ഈവൻ കെമിസ്ട്രി അതിൻ്റെ ആദ്യ രൂപമായ ആൽക്കമി മുസ്ലിം ലോകത്താണ് ഉണ്ടായത്. ഫിസിക്സ്, എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൻ്റെ ഉപജ്ഞാതാവ് തന്നെ ഇബ്നുൽ ഹൈത്തം മുസ്ലിമാണ്. അതേപോലെ തന്നെ പിന്നെ ഒപ്റ്റിക്സ് അതിൻ്റെ പിതാവ് മുസ്ലിമാണ്. അപ്പോൾ ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്നാണ് ശാസ്ത്രത്തിൻ്റെ പലതിൻ്റെയും ഉത്ഭവം തന്നെ. ആ ശാസ്ത്രത്തെ നിങ്ങൾ ഇല്ല, ഇത് ആരെതിർത്തു? ഒരു സൂംബെ എതിർത്തുകൊണ്ട് ശാസ്ത്രത്തെ എതിർക്കലാവോ? അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങളുള്ള പുരോഗമനപരമായ എല്ലാത്തിനും അവിടെയാണ് പ്രശ്നം. താങ്കൾ പറഞ്ഞ് എത്തിക്കാൻ ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഞങ്ങൾ എന്ത് ചെയ്തു, ഈ മാനസികോല്ലാസത്തിനെതിരായി നിൽക്കുന്നു. അല്ല, മാനസികോല്ലാസത്തിന് ഞങ്ങൾ ഈ കോഴ്സ് ഞങ്ങൾ ഉയർത്തിയ സമയത്ത് തന്നെ ഞങ്ങൾ എന്താ പറഞ്ഞറിയോ, ഇവിടെയുള്ള കായിക അധ്യാപകരുടെ വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവരെ നിയമിക്കുന്നിടത്ത് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഒരു തരത്തിലുള്ള കായിക പിന്നെ ആസ്വാദനങ്ങൾക്കും എതിരാണെങ്കിൽ അത് ഞങ്ങൾ പറയുമോ? ഞങ്ങൾ പറയുന്നത് അതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അത് നിർബന്ധമാക്കരുത്. പദ്ധതി മതത്തിനകത്ത് പോലും ആളുകൾക്ക് ഏകാഭിപ്രായമില്ലാത്ത ഒരു വിഷയത്തിൽ ഇവിടെ ഏകാഭിപ്രായം ഉള്ളത് ആ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ അവിടെ നിഷേധിക്കണം. അല്ല, ഇത് ഇവിടെ വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയാണ് ഭയങ്കര സൈലന്റ് ആവുക എന്നുള്ളതാണ്. കാരണം ഒരു പൊതുസമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കാൻ ഒരു താലിബാൻ കൾച്ചർ ആണെന്നൊക്കെ പറഞ്ഞ് ഈ സമുദായത്തെ തന്നെ ചിത്തവൽക്കരിക്കാൻ ഒരു വിഷയം അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനോടുള്ള വിയോജിപ്പ് എങ്ങനെ ഛിദ്രതയാകുക? അല്ല, അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു സമുദായം തന്നെ പ്രതിക്കൂട്ടിലാവുകയാണ്. എന്തിനാ പ്രതിക്കൂട്ടിലാക്കുന്നത്? അവർക്ക് താല്പര്യമില്ല, അവർ കളിക്കണ്ടെന്ന് വിചാരിച്ച പോലെ. ഇവിടെ താലിബാനിലൊക്കെ വിദ്യാഭ്യാസം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അവിടെയാണ് പ്രശ്നം പോലെ അങ്ങനെയുള്ള ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു ഫാക്ടറിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾ അത് കൊണ്ടുപോകുന്നത് മാധ്യമങ്ങളും അതുപോലെയുള്ള ഇടത് ബുദ്ധിജീവികളും ഇത്തരം വിഷയങ്ങളിൽ. നിങ്ങളിപ്പോ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നു, സൂംബ എന്ന് പറഞ്ഞൊരു കാര്യം അടിച്ചേൽപ്പിക്കുന്നു. അതിനോട് ഞങ്ങൾക്ക് എന്തുണ്ട്, മതപരമായും സാംസ്കാരികമായും അതിന്റെ ചില എലമെന്റുകളോട് വിയോജിപ്പുണ്ട്. ഞങ്ങളത് പറഞ്ഞു. ഓക്കെ, അവർക്ക് അത് വിയോജിപ്പുണ്ട്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രാകൃതരായ കുറച്ച് ആൾക്കാരുടെ കുറച്ച് വർത്താനം, അത് പോട്ടെ എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാം. അതിന്റെ മെറിറ്റിൽ സൂംബ വേണോ വേണ്ടേ, അതിന് വേറെ ചോയ്സുകൾ വേണോ വേണ്ടേ, അത് നടപ്പിലാക്കിയ രീതി ശരിയോ അല്ലേ, ഇതൊക്കെ ചർച്ച ചെയ്യാം. അതിനപ്പുറത്തേക്ക് എന്തിനാണ് ഇതൊരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നതാണ്, കുറച്ച് സമസ്തക്കാരും വിസ്ഡംകാരും കുറച്ച് മുജാഹിദ് സംഘടനക്കാരും ഇത് പറഞ്ഞു, അവരെ പിടിച്ചിട്ട് ഈ സമുദായത്തെ മൊത്തം ഒരു പ്രതിക്കൂട്ടിലേക്ക് കയറ്റിയത് എന്തിനാ? ആ കയറ്റി അവരോട് താലിബാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ ചോദിച്ച് എന്നുവെച്ചാൽ ഒരു വിയോജിപ്പ് പറഞ്ഞു. അത്തരം ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നത് ആരാ? ഞങ്ങൾ ആരും താലിബാനെ കുറിച്ച് യുക്തിവാദികളൊക്കെ പറയുന്ന എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയും സംഘപരിവാറും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്ക് അവർക്ക് വടി കൊടുക്കുന്ന തരത്തിലേക്കുള്ള. എന്താണ് വടി കൊടുക്കൽ? ഞങ്ങൾക്ക് ഒരു കാര്യത്തോട് വിയോജിപ്പുണ്ടെന്ന് പറയാലോ. അതെ, വിയോജിപ്പ് എവിടെയാണ് ആ വിയോജിപ്പ് പറയേണ്ടത്? ഒരു പൊതുവിദ്യാലയത്തിൽ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികൾക്ക് എക്സംഷൻ ഉണ്ട്, നൃത്തത്തിൽ പോലും എക്സംഷൻ ഉണ്ട് എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. ആ എക്സംഷൻ ഉള്ള കുട്ടികൾ ചെയ്യുന്ന ചുംബയോടാണ് നിങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തൽ. ഇത്രയും വലിയ മഹാപരാധമാണോ? എന്ത് ചെയ്യാം? ഇത് ഒരു പുനരാലോചനയാവാം. ഇത് കുട്ടികളുടെ കാര്യമാണ്. ആ കുട്ടികൾ അവിടെ സുംബ ചെയ്തുകൊണ്ട് മതപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിനും ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഒന്നും തന്നെ ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഇപ്പോൾ തൽക്കാലം മൗനം പാലിക്കാം. അതൊരു ഔചിത്യമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇങ്ങനെ ഒരു സൂംബ എന്നുള്ള സംഭവം വരുന്നു, അപ്പോൾ തന്നെ നമ്മൾ എതിർത്തതല്ല. ഇത് ഒരു വിദ്യാലയങ്ങളിലേക്ക് കുറച്ച് കാലമായി കടത്തി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയോടുള്ള വിയോജിപ്പാണ്. ഇത് വെറും സൂംബയോടുള്ള വിയോജിപ്പല്ല. അവിടെയാണ് ആ കാര്യം ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കാലമായി LDF ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെ ആസൂത്രിതമായി നമ്മുടെ പാഠ്യപദ്ധതിയിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ കരിക്കുലത്തിലേക്ക്, നമ്മുടെ സ്കൂൾ രൂപത്തിലേക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ഒളിച്ച് കടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നേരിട്ടും കടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ജെൻഡർ ന്യൂട്രാലിറ്റി അറിയാം. അപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി വലിയ ജനകീയ ചർച്ചകൾ നടന്നു. ആ ചർച്ചകളെ മൊത്തം കാറ്റിൽ പറത്തിക്കൊണ്ട് അത് ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള സ്കൂളുകളിലുള്ള പൊതുവായ കൾച്ചർ, ഇവിടെയുള്ള മുസ്ലിങ്ങളോട് മാത്രമല്ല, നിങ്ങൾ അല്ലാത്ത മാധ്യമപ്രവർത്തകരാണല്ലോ, സാധാരണക്കാരായ മുസ്ലിങ്ങളല്ലാത്ത രക്ഷിതാക്കളോട് നിങ്ങളൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കുക. ഇപ്പോഴുള്ള കുട്ടികളുടെ ആ ഒരു ജീവിത രീതിയും അത് നിങ്ങൾക്ക് ഒരു സാംസ്കാരികമായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, ഞാൻ ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവർക്കും പ്രശ്നമായിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ SSLC കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടാവും, കുട്ടികളെ രക്ഷിതാക്കൾ പേടിച്ചിട്ട് സ്കൂളിലേക്ക് വന്നിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തേ കാരണം? കുട്ടികൾ അത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ കൾച്ചറും അവരുടെ രീതിയും മാറിപ്പോയിട്ടുണ്ട്. മതവിശ്വാസത്തിൽ നിന്ന് പോകുന്നതുകൊണ്ടാണ് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അല്ല, ഇവിടെയുള്ള ഹൈന്ദവരായ ക്രൈസ്തവരായ രക്ഷിതാക്കൾക്ക് പോലും ആശങ്കകളുണ്ട്. കുട്ടികൾ വലിയ രൂപത്തിൽ വേറൊരു കൾച്ചറിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വേറൊരു കൾച്ചറിലേക്കും, ഈവൻ ഈ സെലിബ്രേഷൻ കൾച്ചർ എല്ലാത്തിനും ആഘോഷമായി കാണുക, പരമാവധി സുഖം അനുഭവിക്കുക എന്നുള്ള കൾച്ചർ നല്ലതാണോ? പരമാവധി സുഖം അനുഭവിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഒരാൾ ജീവിക്കുന്നത് നല്ലതാണോ?
പരമാവധി സുഖം അനുഭവിക്കുക എന്നാൽ ജീവിതത്തിൽ പ്ലഷർ സീക്കിംഗ് എന്ന് പറയുന്നത് മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് എല്ലാവർക്കും പ്ലഷർ വേണം. നമ്മളെല്ലാവരും കുറച്ച് ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ ടൂർ പോകാനും, പക്ഷെ അത് മാത്രം ജീവിതമാകുമ്പോഴാണ് ലഹരിയിലേക്ക് പോകുന്നതിനെതിരെ, ലഹരി എന്ന് പറയുന്ന ഒരു പ്ലഷർ സീക്കിംഗ് മെക്കാനിസമാണ്, അതിലേക്ക് പോകുന്നതിനെതിരെയാണ്. അല്ല, അതിലേക്ക് പോകുന്നതിനെതിരല്ല പലപ്പോഴും സംഭവിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു കൾച്ചറിലേക്ക് പോയാൽ, അതായത് എന്റെ വേണ്ട ലഹരിയും വേണ്ട എന്ന് നടക്കുമോ, ലഹരി വേണ്ട എന്ന് നമ്മൾ പറയുന്നു, അതിന് പകരമാണ് കുട്ടികളെ അതായത് ഞാൻ വേണ്ട. നമ്മൾ ഒരു കാര്യം മാത്രമായിട്ട് ലഹരി നിരോധിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാവരും ബോർഡുണ്ടല്ലോ, പല ആളുകളും ലഹരിയിലേക്ക് പോകുന്നുണ്ട്, അതിലേക്കുള്ള പ്രോൺ ആയിട്ടുള്ള സിറ്റുവേഷൻസും കാഴ്ചപ്പാടുകളും മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ വേര്. അവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ചും അവർക്ക് പിന്നെ അവരുടെ ഫ്രോണ്ടൽ കോർട്ടക്സ് അത്ര ഡെവലപ്ഡ് അല്ല, അവർക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പല പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ അവർ ഈ ഒരു എങ്ങനെയെങ്കിലും സുഖം അനുഭവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന ഒരു സെലിബ്രേഷൻ കൾച്ചറിലേക്ക് അവരെത്തിയാൽ, ഒരു ലിബറൽ പാഠപുസ്തകത്തിലുണ്ടോ അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ, അത്തരം ഒരു ലിബറൽ കൾച്ചറിലേക്ക് അവരെത്തിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്ലഷർ സീക്കിംഗ് ആവും അവരുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ആ പ്ലഷർ സീക്കിംഗ് അവരുടെ ആത്യന്തിക ലക്ഷ്യമാകുമ്പോൾ അതിൽപ്പെട്ട ഒന്നായ ഒരു ലഹരി അത് എക്സ്പ്ലോർ ചെയ്യാനും അവർക്ക് തോന്നും. അതിൽ നിന്ന് തടയേണ്ട ലിബറൽ കൾച്ചർ എന്ന് പറയുന്നത്, അതെ ഞാൻ ചോദിക്കട്ടെ, ഒരു ലിബറൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ലിബർട്ടി അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ഫ്രീഡമാണ് അൾട്ടിമേറ്റ് സൊസൈറ്റി സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അല്ല ഞാൻ പൂർത്തിയാക്കാം. ഫ്രീഡം എന്ന വാക്കിനർത്ഥം, ഫ്രീഡത്തിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒരു നെഗറ്റീവ് ആസ്പെക്ട്സിലുള്ള അർത്ഥത്തെ താങ്കൾ പറയുന്നത്, ഫ്രീഡം എന്നതുകൊണ്ട് നെഗറ്റീവ് ആസ്പെക്ട്സിൽ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പൊളിറ്റിക്കലി പറയുന്ന ഫ്രീഡം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വൈകാരികവും വൈചാരികവുമായ വികാസത്തിനുള്ള അനുകൂലമായ സാഹചര്യം എന്നാണ്. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പഠിക്കാനുള്ള, ചിന്തിക്കാനുള്ള, സ്വന്തമായി ചിന്തിക്കാനുള്ള ഒക്കെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അവനെ അവന്റെ മതമോ അവന്റെ ജാതിയോ അവന്റെ ചുറ്റുപാടുകളോ ലിംഗമോ വർണ്ണമോ വർഗമോ ഒന്നും ഇത്തരം വൈചാരികമായ വികാസത്തിന് തടയരുത്. അതാ ഫ്രീഡം എന്ന് പറയുന്നത്. ആ ഫ്രീഡം കൾച്ചറിന് താങ്കൾ ലിബറൽ ഫാസിസം എന്ന് പറയുന്നത് ഇപ്പൊ വീണ്ടും അതിന്റെ താങ്കൾ പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ ക്ലിയർ ആണ്. ഒരു ലിബറൽ മെന്റാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വലിന്റെ ഫ്രീഡമാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഇവിടെ രണ്ട് ആശയധാരകളുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എല്ലാത്തിനും മുകളിൽ വെക്കേണ്ടത് എന്നുള്ളതും, അതല്ല നമ്മൾ സൊസൈറ്റിയുടെ വെൽബീയിങ് എന്നുള്ളതിനാണ് ചിലപ്പം അവിടെ സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് സൊസൈറ്റി സെൻട്രിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ വ്യക്തിയുടെ ഫ്രീഡത്തിന് ചില അതിർവരമ്പുകൾ നിശ്ചയിക്കേണ്ടി വരും. ഈ രണ്ട് കാഴ്ചപ്പാടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് അവന് ഇഷ്ടമുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത എന്തും ചെയ്യാം. ഇതാണ് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ കാര്യമാണ് പൊതുവിൽ ചെയ്യാന്നുള്ളതൊന്നും അല്ല. ഓക്കെ, വ്യക്തി സ്വാതന്ത്ര്യം. പിന്നെ എന്താണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ബേസിക് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഇപ്പൊ പഠിക്കണം. ഞാൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് എന്റെ വിദ്യാഭ്യാസം തടഞ്ഞു വെക്കുകയാണെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള ഞാൻ ചോദിക്കുന്നത്രേ എവിടെയാണ് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അതിരെവിടെയാണ്? അല്ല, ഈ കാര്യത്തിൽ നമുക്ക് തർക്കമില്ലാത്ത വിഷയമാണ്. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, എവിടെയാണ് ആ വ്യക്തി സ്വാതന്ത്ര്യം? ഒരു കാര്യം പറ്റില്ല എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഹാനി തിയറി എന്നൊക്കെ പറയുന്നത്. ആ തിയറി നിങ്ങൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നിടത്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കും. അതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ആശയം വളരെ ക്ലിയർ ആണ്. ലിബറലിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഹാം പ്രിൻസിപ്പിൾ ആണ് താങ്കൾ പറഞ്ഞത്. സ്റ്റുവർട്ട് മില്ലും ഒക്കെ പറഞ്ഞ യൂട്ടിലിറ്റി ഒക്കെ. ആ അടിസ്ഥാനം അനുസരിച്ച് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. ഒരാൾ അയാളുടെ സ്വകാര്യതയിൽ അയാളുടെ വീട്ടിൻ്റെ മുറിയിൽ വേറെ ആരും ഉപദ്രവിക്കാതെ കഞ്ചാവ് ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം? ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കാതെ കഞ്ചാവ് ഉപയോഗിച്ചാൽ എന്താണ്? അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുക ചെയ്യുന്നത്. അയാൾക്ക് വളരാനും വികസിക്കുവാനുമുള്ള അവകാശത്തെ. താങ്കൾ പറഞ്ഞ മാനദണ്ഡം എന്തായിരുന്നു? മാനദണ്ഡം മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം. എന്താണ് വ്യക്തി സ്വാതന്ത്ര്യം ഞാൻ ഡിഫൈൻ ചെയ്തത്? മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം ഡെഫിനിഷൻ എന്താ അറിയോ? അയാളുടെ വ്യക്തിപരമായ വൈചാരികമായ വികാസത്തിനുള്ള അന്തരീക്ഷം എന്നുള്ളതാണ്. ഇവിടെ സർക്കാർ ലഹരി നിരോധിക്കാനുള്ള കാരണം എന്താ? ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തി വികാസത്തിന് ലഹരി എതിരാണ്. അത് റൂമിനകത്ത് ചെയ്താലും പുറത്ത് ചെയ്താലും എതിരാണ്. താങ്കൾ പറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യം അതിനെ വേറെ രീതിയിൽ ഞാൻ ചോദിച്ച ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് താങ്കൾ ഇതിന്റെ ഒരു പ്രശ്നമാണ് ഞാനിപ്പം പറഞ്ഞു വരുന്നത്. അതായത് ഒരു കാര്യം ശരിയോ തെറ്റോ എന്നുള്ളതിന് ലിബറലുകളെ സംബന്ധിച്ചോ മതവിശ്വാസികൾക്ക് കൃത്യമായ റിജിഡായ മാനദണ്ഡമുണ്ട്. ഞാൻ അത് ചോദിച്ചാൽ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു ലിബറലിനെ സംബന്ധിച്ചിടത്തോളം, ലിബറൽ കൾച്ചറിൽ ജീവിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന ഒരു ഡെഫിനിഷനാണ് താങ്കൾ നേരത്തെ പറഞ്ഞത്. എന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെ എന്ന് വെച്ചാൽ നിന്റെ മൂക്കിൻ
മൂക്കിൽ തട്ടുമ്പോ നീ ഇടപെട്ടോളൂ, അതുവരെ അല്ല, അത് അതിന്റെ അതിർത്തിയാണ്. അല്ല, ഞാൻ പറയട്ടെ. സ്വാതന്ത്ര്യം എന്താണ് എന്ന് അവർ പഠിപ്പിക്കുന്നത്. അതല്ല, നിങ്ങൾ അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പൂർത്തിയാക്കാൻ പോകുന്നതിന്റെ ഞാൻ പറയുന്നത് സ്വാതന്ത്ര്യം എന്നതിന്റെ ഡെഫിനിഷൻ അല്ല എന്ത് ഒരാളുടെ മുക്കിൻ തുമ്പത്ത് അവസാനിക്കുന്നതാണെന്ന് അതിന്റെ ഡെഫിനിഷൻ അല്ല, അത് അതിന്റെ അതിർത്തിയാണ്. ഡെഫിനിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ വ്യക്തിത്വ വികാസത്തിനുള്ള അവസരമുണ്ടോ എന്നുള്ളതാണ്. ആ വ്യക്തിത്വ വികാസത്തിനുള്ള അവസരത്തിൽ അതിന് ഹാനികരമായതാണ് ലഹരി എന്നാര് പറഞ്ഞു? ലഹരി സർക്കാർ, അതുകൊണ്ടാണ് സർക്കാർ ലഹരി അല്ല. അവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള മൈത്രേനൊക്കെ നിങ്ങൾക്ക് അറിയാം. മൈത്രേന്റെ അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റൂല, അങ്ങനെ പറയാൻ പറ്റൂല. കാരണം മൈത്രേന് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ പല അല്ല, അതാണ് പ്രശ്നം. അങ്ങനെ ചിന്തിക്കുന്നതിന് ഒരു അതിരും ഇല്ലാതാവുന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ മൈത്രേനെ പോലുള്ള ആളുകൾ, പല ആളുകളും പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വതന്ത്ര ചിന്ത വളർത്തിയില്ലായിരുന്നുവെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ജൂതമതവും ക്രിസ്തുമതവും ഇവിടെ ഉണ്ടാവുള്ളൂ. അല്ല, ഞാൻ സ്വന്തമായി ചിന്തിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്. അത് താങ്കളുടെ വ്യൂ പോയിന്റ് ആണ്, അതിനോട് ഞാൻ പറയാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇവിടെയുള്ള മൈത്രേനെ പോലെയുള്ള പല ബുദ്ധിജീവികളായ അവർ പറയുന്നത് വെച്ചാൽ ഈവൻ ശാസ്ത്രജ്ഞന്മാരും കവിയത്രിമാരും അവരൊക്കെ ഈ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ക്രിയേറ്റിവിറ്റി വരുന്നതാണ്. താങ്കളുടെ വ്യൂ പോയിന്റ് വളരെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്, സൊസൈറ്റിക്ക് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അല്ല, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അവിടെ താങ്കൾക്ക് ലഹരി എന്തുകൊണ്ട് തെറ്റാണെന്ന് താങ്കൾക്ക് പറയണമെന്നുണ്ട്, കാരണം നമ്മുടെ ഒരു സൊസൈറ്റിയുടെ കൾച്ചർ അങ്ങനെയാണ്. പക്ഷേ അമേരിക്കയിൽ കഞ്ചാവ് ലീഗലൈസ്ഡ് ആണ്. എന്തുകൊണ്ട്? അവിടുത്തെ ഗവൺമെന്റ് മദ്യം ലീഗലൈസ്ഡ് ആണ്. എന്തുകൊണ്ട്? ആ ഇൻകൺസിസ്റ്റൻസിയെ താങ്കൾ എങ്ങനെ വിശദീകരിക്കും? മദ്യത്തിന് ഒരുപാട് ശാരീരികമായും കുടുംബപരമായിട്ടും സാമൂഹികമായിട്ടും പ്രശ്നങ്ങളില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ആ മദ്യം ഓക്കെ ആയത്? മദ്യം സോഷ്യോളജിക്കലി മനുഷ്യന് ചിലപ്പോൾ ലഹരി ആവശ്യം വരാം. അതാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ ലഹരി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. താങ്കൾ എന്ത് പറയുന്നു? ലഹരി ചില സമയത്തൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ള പൊസിഷൻ താങ്കൾ എടുക്കുന്നു. അതേ പൊസിഷൻ എടുക്കുന്ന താങ്കൾ കഞ്ചാവ് എന്ന് പറയുന്ന ലഹരി ഉപയോഗിക്കാനുള്ള പല ആളുകളുടെയും ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ശ്രമിക്കും. അളവാണല്ലോ, ഓരോന്നിനും ടോക്സിക്കേഷൻ ലെവൽ വ്യത്യാസമുണ്ട്. അല്ല, വളരെ നല്ല രൂപത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. വളരെ നല്ല രൂപത്തിൽ കഞ്ചാവ് ടോക്സിക്കേഷൻ ലെവൽ അല്ല, MDMA ടോക്സിക്കേഷൻ. ഞാൻ ചോദിക്കട്ടെ, വ്യത്യാസമുണ്ടല്ലോ. ഈവൻ നമ്മൾ സയന്റിഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യത്തെക്കാൾ കുറവാണ് കഞ്ചാവിന്റെ സൈഡ് എഫക്ട്സ്. അല്ല, താങ്കൾ പഠിക്കാൻ ശ്രമിച്ചോളൂ. മദ്യത്തിന്റെ എഫക്ട്, മദ്യപാനത്തിന്റെ അവൈലബിലിറ്റി, മദ്യത്തിന്റെ വില, മദ്യം നിർണ്ണയിച്ചു കൊടുക്കുന്നതൊക്കെ സർക്കാരിന് നിയന്ത്രണമുണ്ട്. അത് കഞ്ചാവിനെ സംബന്ധിച്ചിടത്തോളം കഞ്ചാവിന്റെ അവൈലബിലിറ്റിയും കഞ്ചാവിന്റെ അത് നിയന്ത്രണത്തിലാക്കി ലീഗലൈസ് ചെയ്താൽ പോരെ? ലീഗലൈസ് ചെയ്താൽ ആ പ്രശ്നങ്ങളൊക്കെ മാറൂലേ? അപ്പം കഞ്ചാവ് ഓക്കെയാണ്. ലീഗലൈസ് ചെയ്ത കഞ്ചാവ് ഓക്കെ ആവില്ല. നിങ്ങൾ കൊടുക്കുന്ന ലഹരി, ഒരാൾക്ക് ലഹരി എന്തുകൊണ്ട് കഞ്ചാവ് പറ്റില്ല, എന്തുകൊണ്ട് കഞ്ചാവ് പറ്റില്ല അവൈലബിൾ ആക്കി കൊടുക്കുമ്പോൾ ഒരു നിശ്ചിതമായ മാനദണ്ഡമുണ്ട്. ഇവിടെ മദ്യം അവൈലബിൾ ആക്കി കൊടുത്തത് കൊണ്ടാണ് മറ്റ് ലഹരികൾ നിരോധിക്കുന്നത്. കഞ്ചാവും അതിന്റെ മാനദണ്ഡം പറയൂ. അത് സർക്കാരിന്റെ മാനദണ്ഡമാണ്. സർക്കാർ എന്തുകൊണ്ട് അമേരിക്കയിൽ കഞ്ചാവ് നിയന്ത്രിക്കണം. ലഹരിയുടെ വ്യാപനം നിയന്ത്രിക്കേണ്ടി വരുമ്പോൾ ഒരു പരിമിതമായ അളവിൽ കൊടുക്കാൻ സാധിക്കുന്ന ലഹരി കൊടുക്കുകയും മറ്റ് ലഹരികൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ചില സമൂഹം അമേരിക്കൻ സർക്കാർ വിചാരിക്കുന്നു കഞ്ചാവ് കൊടുക്കാം. ഇവിടെ നാളെ ഗവൺമെന്റ് കഞ്ചാവ് കൊടുക്കാന്ന് വിചാരിച്ചാൽ താങ്കൾ അതിനെ സപ്പോർട്ട് ചെയ്യും. കഞ്ചാവ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ മദ്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മദ്യം തെറ്റല്ല എന്നാണ് ആരും പറയുന്നത്. താങ്കളാണ് പറഞ്ഞത് ഇടയ്ക്കൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ചില ആളുകൾക്ക്. മദ്യത്തെ അനുകൂലിച്ചല്ല പറഞ്ഞത്. താങ്കൾ പറഞ്ഞു ഇടയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ആവശ്യമുള്ളവരുണ്ട്, അവർ മദ്യപിക്കുന്നു. അവിടെയാണ് ലഹരിയുടെ അളവാണ്. അവിടെ കഞ്ചാവും കൂടി കൊടുത്ത് MDMA കൂടി കൊടുത്ത് അപ്പൊ എത്രയാവും? ഈ അളവ് കൂടുന്നുണ്ട്. അല്ല, അതൊക്കെ സമൂഹത്തിൽ ചിത്രതയുണ്ടാവും. താങ്കൾ വളരെ നല്ലൊരു മനുഷ്യനായതുകൊണ്ട്, സൊസൈറ്റിയെ കൂടി കൺസേൺ ഉള്ളത് കൊണ്ട് താങ്കൾക്ക് തോന്നുന്ന ആശങ്കകൾ മാത്രമാണ്. ഒരു കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ഒരുപാട് മറുവാദങ്ങളുണ്ട്. ഞാനത് പറയുമ്പോൾ ഒരു കഞ്ചാവ് അതെ, അവിടെയാണ് ഇങ്ങനെ ഒരു മതത്തിനെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മ സൃഷ്ടിച്ചത് പടച്ചവനാണ്, ദൈവമാണ്. നമ്മെക്കുറിച്ച് പൂർണ്ണമായി അറിയുന്നത്, ഈ സൊസൈറ്റിയെ പറ്റി പൂർണ്ണമായി അറിയുന്നത്, നമ്മുടെ ഓരോ പ്രവൃത്തികളുടെയും വരും വരായികളെ പറ്റി പൂർണ്ണമായി അറിയുന്നത് പടച്ചവനാണ്. നമുക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മദ്യം ഉണ്ടായാൽ എന്താ, കഞ്ചാവ് ഉണ്ടായാൽ എന്താ, അങ്ങനെ പല തോന്നലുകളും ഉണ്ടാകും. പക്ഷേ ഒരു പ്രവൃത്തിയുടെ ലോങ് ടേം എഫക്റ്റ് പൂർണ്ണമായി അറിയാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ബുദ്ധിക്കും അറിവിനൊക്കെ പരിമിതി ഉള്ളതുകൊണ്ട് ലോങ് ടേം എഫക്റ്റ് അറിയാൻ നമുക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ പരിമിതികൾ മറികടക്കാനാണ് ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ആ ശാസ്ത്രം പിന്നെ ചെയ്യുന്നത് മനുഷ്യൻ തന്നെയല്ലേ.
മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പം ശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ്. ശാസ്ത്രം ഒരു മോറലി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശാസ്ത്രം എന്താണെന്ന് പറയുന്നത് അല്ല, ഞാൻ ആ ഒരു കൺസെപ്റ്റ് പൂർത്തിയാക്കട്ടെ. അല്ല, ഞാൻ ആ കൺസെപ്റ്റ് പൂർത്തിയാക്കാം. അതായത് ദൈവികമായി ദൈവത്തിന് എന്തറിയാം, എല്ലാത്തിനെ പറ്റി പൂർണ്ണമായ അറിവുള്ളത് കൊണ്ട്. ഒരു മതവിശ്വാസി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വാലിഡ് ആയ ഒരു കാര്യമല്ല. മതവിശ്വാസികൾ എങ്ങനെ ലോകത്തെ കാണുന്നു എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. അപ്പം ദൈവത്തിന് എല്ലാം അറിയാം, ലോങ് ടേം ആയിട്ടുള്ള എഫക്റ്റും ഷോർട്ട് ടേം എഫക്റ്റും എല്ലാം അറിയാം. ആ ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് പറ്റൂല, എന്ത് പറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ നോക്കുകയാണെങ്കിൽ കഞ്ചാവാകട്ടെ MDMA ആകട്ടെ അതൊന്നും ആലോചിക്കേ വേണ്ട. ലഹരി ഉണ്ടാക്കുന്ന എന്തും, വലിയ അളവിൽ ലഹരി ഉണ്ടാക്കുന്നത് ചെറിയ അളവിൽ പോലും തിന്മയാണെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഏത് ലഹരിയിലേക്ക് നമ്മൾ സ്ട്രെസ് റിലീഫിന് എന്ന് പറഞ്ഞിട്ട് പോയാലും, ജോബ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് പോയാലും, എന്തിൻ്റെ പേരിൽ പോയാലും ആ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന പർപ്പസിൽ നിന്ന് അല്ലല്ല ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പൂർത്തിയാക്കട്ടെ. അതായത് അങ്ങനെയുള്ള അടിസ്ഥാന പർപ്പസിൽ നമ്മൾ തെറ്റിച്ച് കളയുന്നതായതുകൊണ്ടാണ് എന്ത് ഇത് ഇസ്ലാമിൽ ഹറാമായിട്ടുള്ളത്, മതങ്ങളിലൊക്കെ പൊതുവിൽ ഹറാമായിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്നും മാറി നമ്മളൊരു ലിബറൽ കൾച്ചറിലേക്ക് വന്നാൽ അവിടെ താങ്കൾ നേരത്തെ സംസാരിച്ചതുപോലെയുള്ള ഒരുപാട് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്. എന്തുകൊണ്ടൊരു കാര്യം ലഹരി തെറ്റാകുന്നു എന്ന് കൃത്യമായി വിശദീകരിക്കാൻ. അപ്പോൾ ചില ആളുകൾ പറയും അത് മദ്യം ചില സമയത്തൊക്കെ ഓക്കെയാണ്, ലഹരി ചിലതൊക്കെ ഓക്കെയാണ്. അപ്പോൾ വേറെ ചില ആൾക്കാർ പറയും അങ്ങനെയാണെങ്കിൽ മദ്യത്തിനേക്കാൾ സൈഡ് എഫക്ട്സ് കുറഞ്ഞ കഞ്ചാവ് ഉണ്ടല്ലോ. അങ്ങനെ പലതരത്തിലുള്ള ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും. ആയിക്കോട്ടെ, അങ്ങനെ ഇൻകൺസിസ്റ്റൻസീസ് ഉള്ള വേൾഡ് വ്യൂ, അതനുസരിച്ച് ജീവിക്കാനടക്കം ആളുകൾക്ക് താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയ ഒരു ഐഡിയോളജി ഈ വളരെ കൺസിസ്റ്റൻ്റ് ആയ ഒരു ഐഡിയോളജിയുടെ മുകളിലേക്ക് ഇമ്പോസ് ചെയ്യരുത്. ഇത് മാത്രമേ ഞങ്ങൾ പറയുന്നത്. കൺസിസ്റ്റൻ്റ് ആയ ഐഡിയോളജി എന്ന് പറയുമ്പോഴേ 100% ഉറപ്പുണ്ട് നിങ്ങൾ ഈ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം അതാണ് ശരി. എത്രയോ മദ്ഹബുകൾ, എത്രയോ വിശ്വാസ പ്രമാണങ്ങൾ, ഒരേ വിശുദ്ധ ഖുറാന്റെ പേരിൽ 100 കണക്കിന് വിശ്വാസ പ്രമാണങ്ങളിലുള്ള വൈവിധ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. എല്ലാം പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് വാദിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അതിന്റെ ബേസ് വളരെ കൺസിസ്റ്റന്റ് ആണ്. എനിക്ക് പൂർണ്ണ താങ്കൾ ചോദിച്ചില്ല 100% ഉറപ്പുണ്ട്. 100% ഉറപ്പ് താങ്കൾക്കുണ്ട്. അതേ വിശ്വാസ പ്രമാണങ്ങളുമായി ഇൻകൺസിസ്റ്റന്റ് ആയി. ഇപ്പൊ നിങ്ങൾ മദ്യത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് പല കാര്യങ്ങളിലും ഇൻകൺസിസ്റ്റൻസി, മതത്തിലും ഇൻകൺസിസ്റ്റൻസി ഇല്ല. മതത്തിന്റെ ഇൻകൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ടാണ് അതിന്റെ ഹദീസുകൾ ഇത്രയും വിശാലമായി വന്നിട്ടുള്ളത്. അത് വ്യാഖ്യാനിക്കുന്നതിൽ 100 കണക്കിന് ആൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി വ്യാഖ്യാനിക്കുന്ന പോലെയല്ല സലഫിസം വ്യാഖ്യാനിച്ചിട്ടുള്ളത്, അതുപോലെയല്ല സമസ്ത വ്യാഖ്യാനിക്കുന്നത്. അപ്പോ ഇൻകൺസിസ്റ്റൻസി മതത്തിലുണ്ട്. അല്ലല്ല, ഞാൻ കൺസിസ്റ്റന്റ് ആയതിനെ തെറ്റാന്ന് പറയുന്നത് മതത്തിന്റെ ഇൻകൺസിസ്റ്റൻസിയെ കുറിച്ച് ഒരിക്കലും ലിബറൽ ഇൻകൺസിസ്റ്റൻസിയോട് താരതമ്യപ്പെടുത്താൻ പറ്റുന്നതല്ല. ഒന്ന്, മതത്തിന്റെ ബേസ് വളരെ കൺസിസ്റ്റന്റ് ആണ്. ഇപ്പോൾ ഒരു ജമാഅത്തുകാരനോടോ മുജാഹിദിനോടോ ആരോട് ചോദിച്ചാലും ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം അതിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഇല്ല. കാരണം എന്താ? അല്ലല്ല ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ലിബറലുകളുടെ ഞാൻ പറഞ്ഞില്ലേ മദ്യം പറ്റൂല എന്ന് പറയുന്ന ആളോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ ശരീരത്തിന് ഹാനികരമല്ല എന്ന ബോധ്യത്തിലല്ല അയാൾ മദ്യപിക്കുന്നത്. അയാളുടെ കരളും അയാളുടെ കിട്ടിയും അടിച്ചു പോകുമെന്ന് അതെന്റെ സ്വാതന്ത്ര്യമാണെന്നാണ് അയാളുടെ അയാൾ മനസ്സിലാക്കുന്നുണ്ട് എന്റെ ശരീരത്തിന് ഇത് കേടാണ്, ഞാൻ കുറച്ച് കളിച്ചാൽ എന്റെ കരളിനും ലിവർ സിറോസ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ അളവ് കുറയ്ക്കണോ കൂട്ടണോ അയാൾ തീരുമാനിക്കും. അത് അയാൾ എന്താണ്ടല്ല ഇത് ശരിയാണെന്ന ബോധ്യത്തിലല്ല, തെറ്റാണ്, എന്നാലും ഞാൻ എങ്ങനെ തെറ്റാകുന്നിടത്താണ് പ്രശ്നം. പക്ഷെ മതം അങ്ങനെയല്ല. മതം നിങ്ങൾ ശരിയാണെന്ന് പറയുകയും ആ ശരിയാണെന്നുള്ളതിനിടയിൽ തന്നെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. അല്ലല്ല, അവിടെ ഇപ്പൊ ഈ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫിഖിലാണ് താങ്കൾ ഈ പറയുന്ന കുറച്ച് വ്യത്യാസം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇൻകൺസിസ്റ്റൻസി ആവില്ല. അതായത് ഈ ഒരു കൃത്യമായൊരു ദൈവിക പ്രമാണമുണ്ട്, അതിനെ പല സൊസൈറ്റികളിലേക്ക് എങ്ങനെ വ്യാഖ്യാനിക്കുന്നിടത്താണ് അതിന്റെ ഈ വ്യത്യാസം വരുന്നത്. നിങ്ങൾക്ക് മാത്രമേ അത് ശരിയാവുന്നു. അല്ലല്ല, ജമാഅത്ത് എന്ന് പറയുന്ന ഏകദൈവത്തിന്റെ യഥാർത്ഥമായ വഴി എന്റേതാണെന്ന് മുജാഹിദിൽ തന്നെ മർക്കസ് ദവയെ തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സുബൈർ മങ്കടയുടെ ടീമും ഷംസുദ്ദീൻ പാലത്തിന്റെ ടീമും മറ്റേ നിലമ്പൂരിൽ അത്തിക്കാട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നല്ല താങ്കൾ പറഞ്ഞത്. ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഒരു ദൈവിക പ്രമാണങ്ങൾ അല്ലല്ല, ഒരു ദൈവിക പ്രമാണം, കൃത്യമായ റിജിഡായ ദൈവിക പ്രമാണം ഉണ്ട്. അത് പല സൊസൈറ്റികളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്തുള്ള പ്രായോഗികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് ഇത്. ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. ഇപ്പം മൗദൂദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ആ മൗദൂദിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ വരുന്നത്? അതായത് പിന്നെ മക്കയിലും മദീനയിലും ഉള്ള ആ ഒരു സൊസൈറ്റിയിലുള്ള നിയമങ്ങൾ ഒരു മതേതരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നിടത്ത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് മൗദൂദിയുടെ ചില സിദ്ധാന്തങ്ങളും സലഫികളുടെ സിദ്ധാന്തമൊക്കെ വേർതിരിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രായോഗികമായ ചില വിഷയങ്ങളിലുള്ള പിന്നെ ഒരു സൊസൈറ്റിയിലേക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അഭിപ്രായ വ്യത്യാസങ്ങളെ ലിബറൽ അവിടെയാണ് സമൂഹത്തിൽ അവിടെയാണ് പ്രശ്നം. ശാസ്ത്രീയ ചിന്തകൾക്കനുസരിച്ച് ചില നിലപാടുകളിൽ മാറ്റില്ല. ഞാൻ പറയുന്നത് ഈ ശാസ്ത്രീയ ചിന്ത നടക്കർക്ക് പറയുന്നതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം അല്ല ലിബറലുകൾക്കുള്ളത്. ശാസ്ത്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് സയൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. സയൻസ് ഈസ് മോറലി ന്യൂട്രൽ.
സയൻസ് ഒരു കാര്യവും ശരിയോ തെറ്റോ എന്ന് പറയില്ല. ഒരു കാര്യം വിശദീകരിക്കുക മാത്രമാണ് സയൻസ് ചെയ്യുന്നത്. ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ നമുക്കത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, കഞ്ചാവിന് മദ്യത്തേക്കാൾ സൈഡ് എഫക്റ്റ് കുറവാണ്. നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. ആ സൈഡ് എഫക്റ്റ് കുറവാണ് കഞ്ചാവിന് എന്നുള്ളതിനെ രണ്ട് രൂപത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. കഞ്ചാവിന് സൈഡ് എഫക്റ്റ് കുറവാണല്ലോ, അതുകൊണ്ട് മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കഞ്ചാവ് കഴിക്കാം എന്നും വിശദീകരിക്കാം. അല്ല പിന്നെ ലഹരി പൊതുവിൽ തെറ്റാണ് എന്നുള്ള രൂപത്തിലും വിശദീകരിക്കാം. അപ്പം സയൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു മോറൽ പൊസിഷനിലേക്ക് എത്തിക്കുന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഈ ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബേസിനാണ് ഇൻകൺസിസ്റ്റൻസി. നേരത്തെ താങ്കൾ പറയുമ്പോൾ തന്നെ അതിൽ ഇൻകൺസിസ്റ്റൻസി വളരെ പ്രകടമായിരുന്നു. മദ്യം ശരിയോ തെറ്റോ ചോദിക്കുമ്പോൾ അത് ചിലപ്പം പറ്റുമെന്ന് പറയുന്നു. അതേ ലോജിക്ക് കഞ്ചാവിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ചെറിയ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവുന്നു. അതൊരു ലിബറൽ ചിന്താഗതിയുള്ള മനുഷ്യന്റെ യുക്തിബോധം എന്ന് പറയുന്നത്, യുക്തിബോധത്തെ താങ്കൾ ഒരു പ്രസംഗത്തിൽ വിശദീകരിച്ച് ഞാൻ കണ്ടു, വളരെ തെറ്റായ രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. യുക്തിബോധം എന്ന് പറയുന്നത്, ഇപ്പോൾ താങ്കൾ വാക്വം ക്ലീനറിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. വാക്വം ക്ലീനറിനകത്ത് വാക്വം ക്ലീനർ ഒരു പൊടി വലിച്ചെടുക്കുകയാണ് എന്നാണ് യുക്തിബോധമെന്നും, അത് ശാസ്ത്രം എന്ന് പറയുന്നത് പൊടി വലിച്ചെടുക്കലല്ല, കുറഞ്ഞ സമ്മർദ്ദമുള്ളിടത്തേക്ക് അങ്ങനെയല്ല. ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് യുക്തിബോധം എന്നല്ല, ഞാൻ കോമൺ സെൻസ് എന്നാണ് ഉപയോഗിച്ചത്. യുക്തി എന്നാണ് താങ്കൾ പറഞ്ഞത്. നമ്മുടെ ബോധം ശാസ്ത്രവിരുദ്ധമാകാം. അല്ല, അങ്ങനെയല്ല. പ്രസംഗം ഞാൻ ഇപ്പൊ ഈ അടുത്ത് പ്രസംഗിച്ചാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മുടെ കോമൺ സെൻസിന് വിരുദ്ധമായിരിക്കും ചിലപ്പോൾ ശാസ്ത്രം എന്നാണ്. കോമൺ സെൻസിന് വിരുദ്ധമായിരിക്കും, യുക്തിബോധത്തിന് വിരുദ്ധമായിരിക്കും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ യുക്തി എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കുന്നത് കോമൺ സെൻസിനെയാണ് യുക്തി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞത് ഒരു എന്ന് പറയുന്നത് എന്താണ്, കാര്യകാരണ ബന്ധത്തെ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുന്നത്. അതാണ് ലോജിക്. അതാണ് ലോജിക്. ഒരു എഫക്റ്റ് ഉണ്ടാവുമ്പോൾ അതിന് കോസ് ഉണ്ട്. എന്റെ ആ പ്രസംഗത്തിന്റെ തീം തന്നെ അതായിരുന്നു. അതായത് ലോജിക്കും കോമൺ സെൻസും വേറെയാണ്. ലോജിക് തീർച്ചയായും പറഞ്ഞു വന്നപ്പോൾ യുക്തിയാണ് താങ്കൾ ചോദ്യം ചെയ്തത്. അല്ലല്ല, ഞാനത് പറഞ്ഞ ആ ഉദാഹരണം പറഞ്ഞതിന് അതിനാണ്. നമ്മുടെ കോമൺ സെൻസിൽ പലതും നമുക്ക് ശരിയായിട്ട് തോന്നാം, പക്ഷേ യഥാർത്ഥത്തിൽ അത് തെറ്റായിരിക്കാം എന്ന് പറയാനാണ് ഞാൻ വാക്വം ക്ലീനറിന്റെ ഉദാഹരണം. താങ്കൾ യുക്തിവാദം തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി യുക്തിവാദം തെറ്റാണ്. യുക്തിവാദം എങ്ങനെയാ തെറ്റാവുന്നു? യുക്തിവാദം എന്ന പേരിൽ പല ആളുകളും യുക്തിയായി വിചാരിച്ചതാണ്. പോയിന്റ് കൊടുത്തേക്കട്ടെ. അതായത് യുക്തിയായി പല ആളുകളും വിചാരിച്ചത് കോമൺ സെൻസിനെയാണ്. കോമൺ സെൻസിനെയാണ്. അല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം എടുക്കുന്നു, നമ്മൾ പെട്ടെന്ന് യുക്തിവാദികൾ അത് യുക്തിരഹിതമാണല്ലോ എന്നാണ് പറയാം. അത് യുക്തിരഹിതമാണെന്ന് പറയാൻ അവരുടെ കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു കോമൺ സെൻസിൽ അത് പിന്നെ യോജിക്കുന്നില്ല. അതാണ് പെട്ടെന്ന് കോമൺ സെൻസ് അല്ല, ആണ് അതിന്റെ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അന്വേഷിക്കുമ്പോൾ അത് ബേസ്ലെസ് ആണെന്ന് തോന്നുമ്പോഴാണ് ഒരു കാര്യം യുക്തിരഹിതം. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതാണ് ലോജിക്ക്. പക്ഷേ ഇവിടെ ഉള്ള യുക്തിവാദികൾ പലപ്പോഴും ഏതെങ്കിലും ഒരു മതത്തിന്റെ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക, ആ സാധനം അത് യുക്തിരഹിതമാണ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് അവന്റെ കോമൺ സെൻസിന് യോജിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ എൻ്റെ സംസാരത്തിന്റെ തീം തന്നെ അതായിരുന്നു. അങ്ങനെ കോമൺ സെൻസിന് വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഒന്നും നിങ്ങൾ തള്ളിക്കളയരുത്. അങ്ങനെയല്ല വേണ്ടത്. കാരണം ശാസ്ത്രം പോലും തള്ളിക്കളയാം. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശാസ്ത്രം പോലും കോമൺ സെൻസിന് വിരുദ്ധമായിട്ട് വന്നേക്കാം. കാരണം കോമൺ സെൻസിന് അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണ് ശാസ്ത്രം ഉണ്ടാവുന്നത്. പക്ഷേ യുക്തിക്ക് വിരുദ്ധമായത് തള്ളിക്കളയാൻ പറ്റുമോ? അതാണ് പറഞ്ഞത്. ആ യുക്തി എന്നുള്ളത് എന്താണ്? താങ്കൾ പറഞ്ഞതുപോലെ കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ലോസ് ഓഫ് ലോജിക് എന്ന് പറഞ്ഞാൽ 3 നിയമങ്ങളുണ്ടല്ലോ. ലോസ് ഓഫ് കോൺട്രഡിക്ഷൻ, ഐഡന്റിറ്റി അടക്കമുള്ള ആ ലോസ് ഓഫ് ലോജിക്കിന് വിരുദ്ധമായി വരുമ്പോഴാണ് അത് യുക്തിരഹിതമാകുന്നത്. ആ യുക്തിരഹിതമായത് നമുക്ക് തള്ളിക്കളയാം. അവിടെയാണ് നമ്മൾ പറയുന്നത് മതത്തിലേക്ക് നമ്മൾ ഈ ഒരു ലോസ് ഓഫ് ലോജിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോസ് ഓഫ് കോൺട്രഡിക്ഷനോ അത്തരത്തിലുള്ള ലോസ് ഓഫ് ലോജിക്കിനെ ഒന്നും വയലേറ്റ് ചെയ്യുന്ന ഒന്നും മതത്തിലില്ല. അതുകൊണ്ട് വേണമെങ്കിൽ യുക്തിവാദം എന്ന നിലക്ക് താങ്കൾ ലോജിക്കിനെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ മതം ഏറ്റവും കൃത്യമായി ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദമാണ്. മതം ലോജിക്കലാണ്. ഓക്കെ, ഞാൻ മറ്റൊരു അവസാനമായിട്ടൊരു വിഷയത്തിലൂടെ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ജെൻഡർ എന്ന് പറയുന്നതിനെ ലിംഗസമത്വം, ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന വിഷയത്തിൽ ലിംഗസമത്വത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത്? ലിംഗസമത്വത്തെ അല്ലല്ലോ എതിർത്തത്, ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലേ. ലിംഗസമത്വം എന്നുള്ളത് പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന് ഓരോ വേൾഡ് വ്യൂവിലും അതിൻ്റെതായ ഒരു ഇതുണ്ട്. ഇസ്ലാമികമായി പറയുകയാണെങ്കിൽ ആണും പെണ്ണും പിന്നെ സ്പിരിച്വലി ഈക്വലാണ്. അതാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നമൻ നിസാഉ ശഖാഇഖുർ റിജാൽ, ഇത് റസൂലിന്റെ മുഹമ്മദ് നബിയുടെ വാചകമാണ്. സ്ത്രീ പുരുഷനെ പോലെ തന്നെയാകുന്നു എന്നുള്ളത്. അപ്പം ഒരു സ്പിരിച്വലി ഒരു മനുഷ്യന്റെ വാല്യൂ ബേസ്ഡ് ഒരു ആണിനും പെണ്ണിനും സെയിം വാല്യൂ ആണ് ഇസ്ലാമിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമത്വത്തെ എതിർക്കുക അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ എതിർക്കേണ്ടുന്ന ഒരു കാര്യമില്ല. എന്നാൽ ഇസ്ലാം എതിർക്കുന്ന ഒരു ഇക്വാളിറ്റി ഉണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു അബ്സൊല്യൂട്ട് ഇക്വാളിറ്റി. ഇപ്പോൾ ഖുർആനിൽ തന്നെ ഉണ്ട്, വലൈസ ദക്കറു കൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെയല്ല. അത് ശാരീരികമായി മാനസികമായി പലതരം വ്യത്യാസങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ പൊസിഷൻ എത്രയേ ഉള്ളൂ, വ്യത്യാസങ്ങളെ വ്യത്യസ്തമായി പരിഗണിക്കണം.
പലപ്പോഴും ഒരു അബ്സല്യൂട്ട് ഇക്വാലിറ്റിക്കാരുടെ വാദം എന്ന് പറഞ്ഞാൽ ഈ വ്യത്യാസങ്ങളെ ഒരേപോലെ പരിഗണിക്കണം. ആ അടുത്ത ഒരു വ്യത്യാസമുണ്ട്. അതല്ലാതെ ഈ പറയുന്ന വ്യത്യാസങ്ങൾ ബയോളജിക്കലാണ്. ബയോളജിക്കലായ വ്യത്യാസങ്ങളെ നമ്മൾ സെക്സ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ? സെക്സും ജെൻഡറും തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ ലിബറലുകൾ ഉണ്ടാക്കിയ അതിനെങ്ങനെ കണക്കാക്കുന്നു? നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരു ഏകദേശം ഒരു സിനോണിമസ് ആയിട്ടുള്ള ടേംസ് ആണ് സെക്സ് ആൻഡ് ജെൻഡർ. സെക്സ് ആൻഡ് ജെൻഡർ സെക്സും ജെൻഡറും ഈക്വലി ജനറലി സിനോണിമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചില എക്സെപ്ഷൻസ് ഉണ്ടാവും. സോഷ്യോളജിക്കലി ആൻഡ് പൊളിറ്റിക്കലി രണ്ടാണ്. അത് ഞാൻ പറയുന്നത് ബയോളജിക്കൽ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ആണിന്റെ ശരീരത്തെയും പെണ്ണിന്റെ ശരീരത്തെയും, ആണിന്റെ മാനസിക വ്യവസ്ഥയും പെണ്ണിന്റെ മാനസിക വ്യവസ്ഥയും സെക്സിലൂടെ നമുക്ക് കാണാൻ പറ്റും. ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഈ സോഷ്യൽ സ്റ്റാറ്റസിൽ ആണും പെണ്ണും ഈക്വൽ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? യെസ്, അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ജെൻഡറും സെക്സും തമ്മിലുള്ള ഈ വേർതിരിവ് ഉണ്ടായിട്ടുള്ളത് 1960-കൾക്ക് ശേഷം വന്നിട്ടുള്ള ആ ഒരു സെക്ഷൽ റെവല്യൂഷന് ശേഷമാണ് അത്തരത്തിലൊരു ചിന്താഗതി ഉണ്ടായിട്ടുള്ളത്. ആ ചിന്താഗതി ഉണ്ടായത് ഫെമിനിസ്റ്റ് ലിബറൽ വിപ്ലവം കൊണ്ടാണ്. അല്ല, എന്റെ ഈ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ഉത്തരം എനിക്ക് കിട്ടുകയാണ്. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് നോട്ട് സെക്ഷൽ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി സ്റ്റാറ്റസിലുള്ള ഇക്വാലിറ്റിയാണ്. ഒരു ഭരണത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ ആണിനെ പോലെ തുല്യാണ് പെണ്ണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ജെൻഡറും സെക്സും തമ്മിലുള്ള വ്യത്യാസം തന്നെ ലിബറലുകൾ ഉണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയ ആളുകളാണ് അത് തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ജെൻഡർ? സോഷ്യൽ സ്റ്റാറ്റസ്. ഒരു എങ്ങനെയാണ് എന്റെ ജെൻഡർ? പറയാം, പെണ്ണ് വിദ്യാഭ്യാസത്തിന് അർഹയല്ല എന്ന് പറയുമ്പോൾ ആണ് വിദ്യാഭ്യാസം കിട്ടുന്നു, പെണ്ണ് പഠിക്കാൻ പാടില്ല, പെണ്ണ് എഴുതാൻ പാടില്ല, പെണ്ണ് സ്കൂളിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് ജെൻഡർ ഇൻഇക്വാലിറ്റി. സാമൂഹികമായിട്ടുള്ള അവസരങ്ങളിൽ ഇക്വാലിറ്റി ഉണ്ട്. ആ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി കൊടുക്കുന്ന അവസരങ്ങളിൽ, എന്റെ ചോദ്യം പൂർത്തിയായിട്ട്, സൊസൈറ്റി കൊടുക്കുന്ന അവസരങ്ങളിൽ ആണിനും പെണ്ണിനും ഭിന്നമായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോൾ അത് ജെൻഡർ ഇൻഇക്വാലിറ്റിയാണ്. അത് എന്തെങ്കിലും അവിടെയാണ് താങ്കൾ ഇപ്പം വിശദീകരിച്ചെടുത്ത് സെക്സും ജെൻഡറും തമ്മിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ് ആണെന്ന് പറഞ്ഞു. എന്റെ ജെൻഡർ ആണോ പെണ്ണോ എന്നുള്ളത് എങ്ങനെയാണ് വെരിഫൈ ചെയ്യാൻ പറ്റും? എന്റെ ജെൻഡർ ഞാൻ കരുതണം, എനിക്ക് ആൺ എന്നുള്ള ജെൻഡർ സ്വീകരിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ ജെൻഡർ ഡിറ്റർമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. വേറെ വിളിച്ച വിഷയമാണ്. അല്ല, ഇക്വാലിറ്റിയുടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ട്രാൻസ്ജെൻഡർ എന്ന വിഷയത്തിലേക്ക് പോകുന്നത് അത് ജെൻഡർ ഡിറ്റർമിനേഷൻ, ജെൻഡർ സ്വയം നിർണ്ണയിക്കാനുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. അതല്ലാതെ അതിന് മുന്നേ തന്നെ വന്ന ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ട്. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന സാമൂഹികമായ അവസരങ്ങളിൽ വിദ്യാഭ്യാസം, മതം, ഭരണം, ഇത്തരം കാര്യങ്ങളിൽ ആണിനും പെണ്ണിനും സോഷ്യലി ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ട് എന്ന് നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ആണിനും പെണ്ണിനും ഒരേപോലെ അതിനുള്ള ആക്സസ് വേണം. അതിലൊന്നും സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതിലല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ നാഥൻ, കുടുംബം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിൽ ഇസ്ലാമികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചില ഹൈറാർക്കികളുണ്ട്. അല്ല, അതിൽ ഇപ്പോൾ ഖുർആനിൽ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും പുരുഷന് കൊടുത്തിട്ടുണ്ട്. ജോലി ചെയ്യേണ്ടത് പുരുഷനാണ്. നിർബന്ധിതമായിട്ടും ജോലി ചെയ്യേണ്ടത് പുരുഷനാണ്. സ്ത്രീക്ക് വേണമെങ്കിൽ ചോയ്സാണ്. സ്ത്രീക്ക് ചോയ്സാണ്, പുരുഷന് നിർബന്ധമാണ്. അതാണ് ജോലിയുടെ സാമ്പത്തിക ഉത്തരവാദിത്തത്തിൽ ഇൻഇക്വാലിറ്റിയാണ്. ഇൻഇക്വാലിറ്റി എന്ന് വെച്ചാൽ സ്ത്രീക്ക് അവിടെ എക്സെപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. സ്ത്രീക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം എന്ന് പറയുന്നത് അവരുടെ ബയോളജിക്കലായിട്ടുള്ള ഡെഫിഷ്യൻസിന്റെ ഭാഗമായി അല്ല. അവിടെയാണ് എന്തുകൊണ്ട് സ്ത്രീക്ക് അധ്വാനിക്കൽ ഇസ്ലാം നിർബന്ധമാക്കിയില്ല. വളരെ സിമ്പിളാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ പോരായ്മകളുണ്ട്. അല്ലല്ല, പോരായ്മല്ല, ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. അത് ഒരു മുൻധാരണയോടുകൂടി കാണുന്നതിന് പകരം സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത ചില ബാധ്യതകൾ സ്ത്രീ ചെയ്യുന്നുണ്ട്. പ്രസവം അല്ലെങ്കിൽ കുട്ടിയെ മുലയൂട്ടൽ പോലെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ഇക്വാളിറ്റി എത്തൊക്കെ തലതിരിഞ്ഞ് വന്നാലും പുരുഷൻ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇങ്ങനെ ഓൾറെഡി അമിത ബാധ്യതയുള്ള സ്ത്രീയുടെ മുകളിൽ നമ്മൾ സാമ്പത്തികമായ ആ ഒരു ഉത്തരവാദിത്വം കൂടി 50-50 കൊടുത്താൽ അവിടെ ഇക്വാലിറ്റി വരും, പക്ഷെ അനീതി വരും. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി സ്ത്രീക്ക് ചില ഉത്തരവാദിത്തങ്ങൾ അമിതമായിട്ട് ബയോളജിക്കലി തന്നെ ഉണ്ട്. ആ ബയോളജിക്കലി അമിത ബാധ്യതയുള്ള സ്ത്രീയുടെ മുകളിൽ ഇപ്പോൾ താങ്കളുടെ വൈഫും നിങ്ങളുടെ ഒരു കുടുംബ ബജറ്റ് ഒരു മാസം 20,000 ആണെന്ന് വിചാരിക്കുക. അതിന് താങ്കൾ 10,000-ഉം ഭാര്യ 10,000-ഉം കൊണ്ടുവന്നിരിക്കണം എന്നുള്ളത് ഇക്വാലിറ്റിയാണ്. പക്ഷെ ഞാൻ പറയുന്നു അവിടെ അനീതിയുണ്ട്. കാരണം താങ്കളുടെ ഭാര്യ അതിനപ്പുറത്തേക്കുള്ള ചില ബാധ്യതകൾ കൂടി ചെയ്യുന്നുണ്ട്. പ്രസവിക്കുക എന്നുള്ള അപ്പുറത്ത് എന്താ ബാധ്യതയുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ 10 മാസത്തെ പരിപാടിയുള്ളത്. അത് താങ്കൾക്ക് ഒരു പുരുഷനായിരിക്കാം അങ്ങനെ തോന്നിയേക്കാം.
അതൊരു ഒരു ഒരു പ്രിവിലേജ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, 10 മാസത്തെ ഗർഭധാരണവും പ്രസവവും ഉള്ളത് കൊണ്ട് ഒരു സ്ത്രീ വിചാരിക്കുകയാണ് എനിക്കൊരു IAS എടുത്ത് ഇവിടുത്തെ ആയിക്കോട്ടെ, ആവാം. അപ്പോ അല്ല, താങ്കൾ ഇത് ട്വിസ്റ്റ് ചെയ്യാണെന്നാണ് എനിക്ക് സംശയം. ഒരിക്കലും സ്ത്രീ IAS എടുക്കരുതെന്നോ ഡോക്ടർ ആവണമെന്നോ ആവരുതെന്നോ ഒന്നല്ല പറയുന്നത്, ഒക്കെ ആവാം. പക്ഷെ അത് അവളെ നിർബന്ധിക്കരുത്, ഇത്ര മാത്രമേ ഞാൻ പറയുന്നത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്ന പ്രശ്നമില്ല. ആർക്കാണ് പ്രശ്നം? അത് ഞങ്ങൾ പറയുന്നത് ഇത് മാത്രമാണ്. അതായത് ഇസ്ലാമികമായി താങ്കൾ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് താങ്കളുടെ ബാധ്യതയാണ് പൂർണ്ണമായിട്ടും കുടുംബത്തെ നോക്കൽ. താങ്കൾക്ക് ഇപ്പോൾ ഒരു 20,000 സാലറി എന്ന് വിചാരിക്കാം. താങ്കളുടെ വൈഫിന് 50,000 സാലറിയുള്ള ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും ആ 50,000-ൽ നിന്ന് 5 പൈസ പോലും കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ബാധ്യത ഇല്ല. അവൾക്ക് വേണമെങ്കിൽ അവളുടെ പോക്കറ്റ് മണി ആയിട്ട് അത് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇസ്ലാമിക് സൊസൈറ്റിയിൽ ഭരണപരമായിട്ടുള്ള സ്റ്റാറ്റസ് ആണെങ്കിലും ഇതിപ്പോൾ ജനാധിപത്യ രാഷ്ട്രത്തിൽ പല പൊസിഷൻസിൽ സ്ത്രീകൾ എത്തുന്നുണ്ടല്ലോ, മുസ്ലിങ്ങൾ എത്തുന്നുണ്ടല്ലോ, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം കൂടി ഞാൻ പറയാം. ഇസ്ലാമിക് സിവിലൈസേഷനിൽ നമുക്ക് ഖലീഫമാരുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ഈ ഒരു സാമ്പത്തികമായ അമിത ബാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ത്രീകളിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന അവസ്ഥ ഉണ്ടാവുകയും അവർ സക്കാത്തിന്റെ വിഷയത്തിലൊക്കെ അവർ വളരെ മുന്നിലാകുന്ന അവസ്ഥ വരെ ഇസ്ലാമിക് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇസ്ലാമിക് സൊസൈറ്റിയിൽ ഈ സ്ത്രീക്ക് അമിതബാധ്യത കൊടുക്കാത്തതിൻ്റെ ഏറ്റവും വലിയ. ഇപ്പം ആദ്യത്തെ യൂണിവേഴ്സിറ്റി, ഈ മോഡേൺ ഏജിലുള്ള ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഫാത്തിമ അൽ ഫിഹരി എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവർക്ക് മദ്രസകളും യൂണിവേഴ്സിറ്റികളും സ്ഥാപിക്കാൻ പറ്റിയത്? അവരുടെ കയ്യിൽ പിന്നെ പാരമ്പര്യമായി കിട്ടിയതും അതേപോലെ തന്നെ അല്ലാതെ കിട്ടുന്ന വെൽത്ത് അവരുടെ അടുത്ത് അക്യുമുലേറ്റ് ചെയ്യായിരുന്നു. പുരുഷൻ അതിനുള്ള സ്വാതന്ത്ര്യമില്ല. പുരുഷൻ നിർബന്ധമായും കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കണം. ഇങ്ങനെയുള്ള ഒരു ലോകവീക്ഷണമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. അതൊരിക്കലും എന്ത് ചെയ്യരുത്, സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ അവർ മാറ്റി നിർത്തണം എന്ന ഒരു രീതിയിലേക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇസ്ലാം വളരെ പോസിറ്റീവായിട്ട് സ്ത്രീക്ക് ആ ബാധ്യത കൊടുക്കരുതെന്ന് മാത്രമാണ് പറഞ്ഞത്. സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ജെൻഡർ ഇക്വാലിറ്റി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സൊസൈറ്റിയിൽ കിട്ടുന്ന അത്തരത്തിലുള്ള അവസരങ്ങളിൽ ജെൻഡർ ഇക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലല്ല, അത് പലപ്പോഴും ഒരു ഫെമിനിസ്റ്റിക് നറേറ്റീവിലുള്ള ചില അതിലുള്ള വിശദാംശങ്ങളോട് വിയോജിപ്പുള്ളത്. അതാണ് പറഞ്ഞത്. അതായത് അബ്സല്യൂട്ട് ഇക്വാലിറ്റി എന്ന് പറഞ്ഞല്ലോ, ആ വാക്കിൽ എവിടെയാണ് ഈ അബ്സല്യൂട്ട് ഇക്വാലിറ്റി പ്രശ്നമുള്ളത്? അബ്സല്യൂട്ട് ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ നിലക്കും പരിപൂർണമായ വിയോജിപ്പുള്ള മേഖല. ഇപ്പം ജോലിയിൽ പ്രശ്നമില്ല, അധികാര സ്ഥാനത്ത് വരുന്നതിന് പ്രശ്നമില്ല, കുടുംബത്ത് പ്രശ്നമില്ല. അല്ല, കുടുംബത്തിൽ കാര്യം കൂടെ പറഞ്ഞല്ലോ, ജെൻഡർ റോളുകൾ. ആ ജെൻഡർ റോളുകൾ എന്നുള്ളതിൽ ഇസ്ലാമിന്റെ അതേ കാഴ്ചപ്പാടല്ലല്ലോ ഫെമിനിസത്തിനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ പറഞ്ഞ ഉദാഹരണത്തിന് റോളിൽ വളരെ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ജോലി ചെയ്യാം എന്നുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള ജോലികൾ പരസ്പരം പങ്കിട്ടെടുക്കുന്നതിൽ എതിരഭിപ്രായമില്ല. പ്രവാചകൻ തന്നെ അടുക്കളയിൽ ഭാര്യമാരുടെ കൂടെ പറയുന്നുള്ളൂ. കുടുംബം എന്ന് പറയുന്നത് അവിടെ ആശയപരമായി ഒതുങ്ങിക്കൂടേണ്ടവളാണ് സ്ത്രീ എന്ന് അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ചാൽ എവിടെയാണ് അഭിപ്രായ വ്യത്യാസം ചോദിച്ചാൽ, ഈ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ഒരു അബ്സല്യൂട്ട് ഇക്വാളിറ്റി വരുമ്പോൾ അവിടെ ഈ സാമ്പത്തികമായ ഉത്തരവാദിത്വം തുല്യമായി പങ്കിട്ടെടുക്കേണ്ടി വരും. അവിടെ ഇസ്ലാം പറയുന്നു അങ്ങനെ തുല്യമായി പങ്കിട്ടെടുക്കുന്നത് നീതിയാവില്ല, പലപ്പോഴും ഇക്വാളിറ്റി ആവും. പക്ഷേ പങ്കിട്ടെടുക്കണമെന്ന് ഫെമിനിസ്റ്റുകൾ പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് സ്ത്രീ അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ അബ്സല്യൂട്ട് ഇക്വാലിറ്റി അബ്സല്യൂട്ട് ഇക്വാലിറ്റി അല്ല, നിങ്ങൾ അതിനെ വേറെ തലത്തിൽ വ്യാഖ്യാനിക്കുക. ആണിന് ഇപ്പൊ എന്റെ ജോലി ഒരു ജേർണലിസ്റ്റ് ആണ്, എന്റെ വൈഫിന്റെ ജോലി ഒരു ടീച്ചറാണ്. അവർക്ക് അവരുടേതായ വരുമാനമേ കിട്ടുള്ളൂ. നമ്മൾ എത്ര സാമ്പത്തിക ബാധ്യത സ്ത്രീയുടെ തലയിൽ വെച്ചെടുക്കാൻ പറ്റില്ല. ഈ രണ്ടുപേരും സമ്പാദിച്ചു കൊണ്ടുവരുന്നു. അവർ ഈക്വലി ആ ജീവിതത്തിൽ അവരുടെ ഷെയർ. അല്ല, ഇതിൽ പ്രാക്ടിക്കലി വലിയ വ്യത്യാസങ്ങളൊന്നും ഒരു മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്തവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് അതില് ആ ഐഡിയോളജിയിൽ വ്യത്യാസം വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, കുറച്ചും കൂടി ഒരു ഇക്വാളിറ്റി ആണ് അൾട്ടിമേറ്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ അവിടെ എല്ലാം ഈക്വൽ ആയിരിക്കും. സ്ത്രീകൾക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്ക് നിയന്ത്രണം ഉണ്ടല്ലോ. ഇസ്ലാമിൽ പുരുഷന്മാർക്ക് എത്ര നിയന്ത്രണമുണ്ട്? വസ്ത്രധാരണത്തിൽ പുരുഷന്മാർക്ക് നിയന്ത്രണമില്ല. എനിക്കൊരു ടൈറ്റ് ആയ ഒരു ഡ്രസ്സ് ഇടാൻ പാടില്ല, അത് സ്ത്രീക്കും പാടില്ല. അത് നമ്മൾ പറയുമ്പോൾ വെച്ചാൽ ഒരു വിഷയം എടുത്തിട്ട് അത് സ്ത്രീകളുടെ പിന്നെ നിയന്ത്രണങ്ങൾ മാത്രം എടുത്തിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് വരുന്നത്. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ഒരു ദൈവിക മതമാകുമ്പോൾ നിക്കാബ് ധരിക്കുന്നവർക്ക് ധരിക്കാലോ, നിർബന്ധമായിട്ട് പണ്ഡിതന്മാർ പല ആളുകളും അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് നിർബന്ധമാണെന്ന് പറയുന്നതിൽ നേരിട്ട് ഖുർആനിലോ ഹദീസിലോ കാണാത്തതുകൊണ്ട് തന്നെ അത് നിർബന്ധമാണെന്ന് പൊതുവെ വിസ്ഡം ആണെങ്കിൽ പറയാറില്ല. ധരിക്കുന്നവർക്ക് ധരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. സ്ത്രീകൾക്കാണല്ലോ വസ്ത്രത്തിൽ കുറച്ചുകൂടി അധികം നിയന്ത്രണമുള്ളത്. അവിടെയാണ് അത്തരം വിഷയങ്ങളാണ് പലപ്പോഴും ഈ വ്യത്യാസം വരുന്നത്. ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായ ഉത്തരവാദിത്തം തുല്യമായി പങ്കിട്ടെടുക്കണോ? ഇപ്പം വസ്ത്രത്തിന്റെ വിഷയം വരുന്നു. വസ്ത്രത്തിൽ ആണിന്റെയും പെണ്ണിന്റെയും ശരീരം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ ശരീരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലുള്ള ദൈവികമായ കൽപ്പനകളിൽ വ്യത്യാസങ്ങളുണ്ട്. ആണിന് പറഞ്ഞ നിയമങ്ങൾ പോലെയല്ല പെണ്ണിൻ്റെത്. സുരക്ഷിതത്വം എന്ന അർത്ഥത്തിലാണ്. അതെ, അത് ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ, ഖുർആനിലുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള ആയത്ത് തുടങ്ങുന്നത് തന്നെ
പുരുഷന്മാരോട് പറയുക അവരുടെ ദൃഷ്ടി താഴ്ത്തുക, പുരുഷന്മാരെ നോക്കരുത് എന്നാണ് ആദ്യത്തെ കൽപ്പന. രണ്ടാമത്തതാണ് ഈ സ്ത്രീയുടെ വസ്ത്രധാരണം പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ റീസണും പറഞ്ഞു, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി. അപ്പം റീസൺ എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? പുരുഷൻ നിയന്ത്രിക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മെഷർ എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്ത്രീയുടെ വസ്ത്രവും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പുരുഷൻ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം. കാരണം പുരുഷനാണ് നിയന്ത്രിക്കേണ്ടത്. കാരണം സ്ത്രീ അതിൻ്റെ പേരിൽ പുരുഷന് അമിതമായ കാമാസക്തി ഉണ്ടാവുകയും പുരുഷൻ ആക്രമിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന സ്ത്രീയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഇപ്പോൾ എം.എൻ. കരശ്ശേരി മാഷ് പറയുന്നൊരു പ്രയോഗമുണ്ട്. ഒരു പട്ടി പേ ഇളകി അത് കടിക്കാൻ വരികയാണ്. കടിക്കാൻ വരുമ്പോൾ നമ്മൾ പട്ടിയാണ് കെട്ടിയിടേണ്ടത്, അതിന് പകരം മനുഷ്യനെ കെട്ടിയിടാൻ പറ്റില്ല. അതുപോലെ ആൺ ആക്രമിക്കും എന്നുള്ളത് കൊണ്ട് കെട്ടിയിടുന്നത് പെണ്ണിനെയാണ്. ആശയം മനസ്സിലായി. ഒരു 100 പട്ടികൾ പേളകി നാട്ടിൽ മൊത്തം നടക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും പറയും ഒന്ന് വീട്ടിൽ ഒതുങ്ങി നിൽക്കണം കേട്ടോ എന്ന് പറയും. ഇതേപോലെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ കാലത്തും. അല്ലല്ല, അവിടെയാണ് പറഞ്ഞത്. അവിടെ ഒരു പട്ടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചങ്ങലക്കിടാൻ പറ്റും. ഇവിടെയുള്ള എല്ലാ പുരുഷന്റെയും ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഒരു സമൂഹത്തിൽ എത്ര പുരുഷന്മാർ കയറി പിടിക്കുന്നവരുണ്ട്? ഒരു മിനിറ്റ്, താങ്കൾ ഒരു പുരുഷൻ എന്ന നിലക്ക് വളരെ പ്ലെയിൻ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. എത്ര പുരുഷന്മാർ, നമുക്ക് ഒരുപാട് പുരുഷന്മാരെ പരിചയമുണ്ടല്ലോ, എത്ര പുരുഷന്മാർ ഒരു സ്ത്രീയുടെ നഗ്നത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബോഡി കണ്ടാൽ അത് അനാവശ്യമായി ചിന്തിക്കുകയും നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള താങ്കൾക്ക് ഒരു പക്ഷേ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ താങ്കൾ പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് പുരുഷന്മാർ സൊസൈറ്റിയിലുണ്ട്. അതൊരു അതിക്രമത്തിലേക്ക് പോകുന്ന എത്ര ശതമാനം? അവിടെയാണ് മതത്തിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഇപ്പോൾ ഈ ലഹരി നിഷിദ്ധമാകുന്നു, പിന്നെ വ്യഭിചാരം അല്ലെങ്കിൽ ബലാത്സംഗം നിഷിദ്ധമാകുന്നു, ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളെല്ലാം മതം മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും അതെല്ലാം നിഷിദ്ധമാണ്, അല്ലാന്നല്ല. അതിലേക്കുള്ള സാമൂഹ്യ സാഹചര്യങ്ങളെ കൂടി നിരുത്സാഹപ്പെടുത്തുകയോ നിരോധിക്കുകയോ ചെയ്യും. ഇപ്പോൾ ഇസ്ലാമിൽ വ്യഭിചാരം എന്നുള്ളത് എടുക്കുക, വ്യഭിചാരം അല്ലെങ്കിൽ ബലാത്സംഗം അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ പോകുന്ന വേറൊരു കാര്യം. അങ്ങനെയുള്ള കാര്യം ഇസ്ലാമിൽ പൂർണ്ണമായും നിഷിദ്ധമായിട്ടുള്ളൊരു കാര്യം. അതിലേക്കുള്ള വഴികൾ നമ്മൾ വസീല എന്ന് പറയും. അതിലേക്കുള്ള വഴികൾ കൂടി എന്ത് ചെയ്യും, ഇസ്ലാം അടക്കും. ഒരു തെറ്റ് മാത്രമല്ല, തെറ്റിലേക്കുള്ള വഴികളും അടക്കും. അവിടെയാണ് ഇപ്പോൾ വ്യഭിചാരം, ഒരു അന്യരായ ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് പൂർണ്ണമായും നിഷിദ്ധമാണ്. അത് ലൈംഗിക ബന്ധം മാത്രം നിഷിദ്ധമാക്കിയത് കൊണ്ട് കാര്യമില്ല. അതിൻ്റെ തുടക്കം എവിടെയാണ്? അനാവശ്യമായ നോട്ടങ്ങളിലൂടെയും കമൻ്റടികളിലൂടെ ആയിരിക്കും. ആ നോട്ടം പാടില്ല. പുരുഷനോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെ രണ്ടാമതൊരു കാഴ്ചയോടുകൂടി നോക്കാൻ പാടില്ല. അങ്ങനെ അത് ഇതാക്കുന്നു. അത് ഒരു വഴിക്ക്. മറുഭാഗത്ത് സ്ത്രീകളോട് പറയുന്നു, പുരുഷന്മാർക്ക് അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം നിങ്ങളും ഒഴിവാക്കണം. ഇങ്ങനെയുള്ള വേറെ സാധനം, പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമല്ല, ഇപ്പൊ ചെറിയ കുട്ടികളായിട്ടുള്ള ആൺകുട്ടികൾ എല്ലാം മെഷർ എടുക്കണം. നമ്മൾ തീർച്ചയായും പീഡനങ്ങൾ ഒഴിവാക്കാനുള്ള മെഷേഴ്സ് അവർക്കും ഇതേപോലുള്ള വസ്ത്രധാരണം മതിയോ? അല്ല, ഈ നിലക്ക് ആൺകുട്ടികൾ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും സ്കൂളുകളിലൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ആൺകുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ട് കിടക്കണം എന്ന് പറഞ്ഞാൽ പർദ്ദയല്ലല്ലോ. അതായത് ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ നിയന്ത്രിക്കേണ്ടത് ആ ഞരമ്പ് രോഗികളാണ് നിയന്ത്രിക്കുന്നത്. ഞരമ്പ് രോഗികളെ നിയന്ത്രിക്കണം. അതേപോലെ തന്നെ കുട്ടികളെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യണം. കുട്ടികളെ വസ്ത്രധാരണത്തിന് വസ്ത്രധാരണം മാത്രമല്ലല്ലോ, അതിലിപ്പോൾ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളുടെ അടുത്ത് പിന്നെ വല്ലാതെ ഇടപഴകുന്നത് നിയന്ത്രിക്കേണ്ടി വരും. അല്ലെങ്കിൽ കുട്ടികൾ അതിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുട്ടികൾ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, നമ്മളവിടെ CCTV വെക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് CCTV വെക്കുന്നത്? കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കടന്നു കയറണോ? ആ ഞരമ്പ് രോഗികളെ നിയന്ത്രിച്ചാൽ മതി ചോദിച്ചാൽ എങ്ങനെ? അല്ല, അവിടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകൾക്ക് ഒരു സൊസൈറ്റിയിൽ അല്ല, അവിടെയാണ് ഒരു സൊസൈറ്റിയിൽ തെറ്റിലേക്കുള്ള സാഹചര്യങ്ങൾ കൂടി നിയന്ത്രിക്കപ്പെടണം. അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് മതത്തിന്റെ കാഴ്ചപ്പാട്. അതല്ലാത്തവർക്ക് അങ്ങനെയും ഇപ്പോൾ ഇവിടെ ആരും വേറെ ഏതെങ്കിലും തരത്തിൽ വസ്ത്രം ധരിക്കുന്നവരോട് എന്തെങ്കിലും പിന്നെ മോശമായിട്ട് നമ്മളാരും പെരുമാറുന്നില്ലല്ലോ. മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്നു, ദൈവികമായി ഞങ്ങൾക്ക് സ്ത്രീയോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പുരുഷനോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുരുഷൻ ഇന്നത് ശ്രദ്ധിക്കണം, നോട്ടം അടക്കം നിയന്ത്രിക്കണം, സ്ത്രീ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടക്കം നിയന്ത്രിക്കണം. അത് നിയന്ത്രിച്ചാൽ കുറച്ചുകൂടി സുരക്ഷിതമായ സാമൂഹ്യ സാഹചര്യം ഉണ്ടാവും. എന്ന് വെച്ച് പർദ്ദ ധരിച്ച ഒരാളും പീഡിപ്പിക്കപ്പെടില്ല എന്നൊന്നല്ല. ഏതുപോലെ ഇപ്പോൾ ഒരു ഹെൽമെറ്റ് ധരിച്ച ആൾക്കാരും വാഹന അപകടത്തിൽ പെടുന്നുണ്ടല്ലോ. അപ്പം പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ പരമാവധി പാലിക്കുക. അങ്ങനെ പാലിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധി വരേക്കും ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാവും. പരസ്പരം ഉപദ്രവിക്കപ്പെടാത്ത, പീഡിപ്പിക്കപ്പെടാത്ത, ഞരമ്പ് രോഗികൾക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടാത്ത ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാവും. അതുമാത്രമാണ് ഇസ്ലാം പറയുന്നത്. അല്ലാതെ ഞരമ്പ് രോഗികളെ നിയന്ത്രിക്കണം എന്നല്ല പറയുന്നത്. ഞരമ്പ് രോഗികളെ നിർബന്ധമായിട്ട് നിയന്ത്രിക്കണം. കാരണം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ പോലും അനാവശ്യമായ നോട്ടം കുറ്റകരമാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. അനാവശ്യമായിട്ട് നോക്കിയാൽ ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളിലടക്കം വ്യഭിചാരത്തിനും അല്ലെങ്കിൽ വ്യഭിചാര ശ്രമത്തിനൊക്കെ ഉള്ള അതിനുള്ള ഒരു പിന്നെ ശിക്ഷ എന്ന് പറയുന്നത്
പലപ്പോഴും പറയുന്നത് വെച്ചാൽ അത് ക്രൂരമാണെന്നൊക്കെയാണ് പറയാം. എന്തിനാ ക്രൂരമാകുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്രൂരം എന്ന് തോന്നുന്ന രൂപത്തിലാകുന്നത്? ഇവിടെയുള്ള സ്ത്രീകൾക്ക് നല്ലൊരു അവസ്ഥ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇപ്പോൾ പല മുസ്ലിം രാജ്യങ്ങളും സ്ത്രീകളുടെ സേഫ്റ്റിയുടെ വിഷയത്തിൽ നമ്പർ 1 ആണ്. എന്താ കാരണം? അവിടെ അനാവശ്യമായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ എന്തെങ്കിലും ശ്രമിച്ചാൽ അപ്പം തന്നെ പിടി വീഴും, നല്ല പണി കിട്ടും. നിങ്ങളുടെ അവസാനമായി നിങ്ങളുടെ ഈ ആശയഗതിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൗദിയിലൊക്കെ സൽമാൻ രാജാവ് വന്നതിന് ശേഷം വളരെ ലിബറലായി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സൗദിയല്ല ഞങ്ങളുടെ ആശയം. സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചിരിക്കുന്ന റെസ്റ്റോറന്റുകൾ ഉണ്ടാവുന്നു. ഒന്നിച്ചിരിക്കുന്ന റെസ്റ്റോറന്റ് ഒന്നല്ലല്ലോ ഇവിടെ വിഷയം, അതാണ് മാറ്റമാണെന്ന് ഞാൻ പറയുന്നത്. സലഫിസത്തിന്റെ ആശയങ്ങളിൽ നിന്ന് മതപരമായ സലഫികൾക്ക് അവിടെ വലിയൊരു അതീശത്വം ഉണ്ടായിരുന്നു. അത് മാറി അവിടെ റെസ്റ്റോറന്റുകൾ വരുന്നു, ബാറുകൾ വരുന്നു. അത് മാത്രമല്ല, ആശയപരമായി തന്നെ മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലത്ത് ഒരു ലൈബ്രറി വരികയും ആ ലൈബ്രറിയിൽ ആളുകൾ പുസ്തകം വായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലം അങ്ങനെ ഒരു വിശുദ്ധമാക്കപ്പെട്ട സ്ഥലമായി സലഫികൾ കരുതിയിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് സൽമാൻ രാജാവ് വന്നതിന് ശേഷം അവിടെ ഒരു മാറ്റം ഉണ്ടായി. അതിനുശേഷം ബദർ യുദ്ധങ്ങൾ, ഇപ്പൊ ഉംറയ്ക്ക് പോകുന്ന ആളുകൾ ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് പോയി അവിടെ സ്ഥലം കാണുകയൊക്കെ ചെയ്യും. താങ്കൾക്ക് വലിയ തെറ്റിദ്ധാരണകളുണ്ട്. മുഹമ്മദ് നബി ജനിച്ച സ്ഥലത്തിനും മക്കക്കും മദീനക്കും ബദറിനും ഒക്കെ വളരെ പ്രാധാന്യം സലഫികൾക്കുണ്ട്. അതിനൊന്നൊരു സംശയം. അവിടെ നിൽക്കാനോ ഈ ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് പോയി അവിടെ അത് കാണാൻ പോലുള്ള അവസരം പണ്ടുണ്ടായിരുന്നില്ല. അല്ലല്ല, അതെന്ന് വെച്ചാൽ അതിന് അവർ ആചാരമാക്കണം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷെ അത് ആ സ്ഥലങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പിന്നെ പറഞ്ഞത് വെച്ചാൽ സൗദിയിൽ മാറ്റങ്ങൾ വരുന്നു, അതിൽ അനാവശ്യമായ കാര്യങ്ങൾ മാറ്റേണ്ടത് തന്നെയാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കുറെ കാലം ഇല്ലായിരുന്നു, അത് മാറ്റേണ്ടതാണ്. പക്ഷെ എന്നാൽ അതേ സമയത്ത് ഇവിടെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ സെലിബ്രേഷൻ കൾച്ചറൊക്കെ അവിടേക്ക് കൊണ്ടുവരുന്നതിനോട് വിയോജിപ്പാണ്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സൗദിയിൽ പോയ ഒരാളാണ്. നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലുള്ള വ്യത്യാസം ഞാൻ അവിടെ കണ്ടിട്ടില്ല. പക്ഷെ ചില വിഷയങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. അതിനോട് ഞങ്ങൾ സലഫികൾ അതിനെതിരെ രംഗത്ത് വരുന്നില്ല. ഇപ്പൊ ഇവിടെ സുംബക്ക് പറയുന്ന പോലെ അവിടെ വരുന്ന മാറ്റങ്ങൾ അവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും അടിച്ചേൽപ്പിക്കലാണ് വിഷയം. ഇപ്പൊ സൂംബ എത്ര കാലമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ കളിക്കുന്നില്ലേ? നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും മുണ്ടിയോ? നമ്മുടെ കുട്ടികളടക്കം അതിലേക്ക് നിർബന്ധിക്കപ്പെടുന്നു എന്ന അവസ്ഥ മാത്രമാണ് പ്രശ്നം. അല്ലാതെ സൂംബ എത്ര കാലമായിട്ട് ഇവിടെ കളിക്കുന്നുണ്ട്, എത്ര DJ പാർട്ടികൾ ഇവിടെ നടക്കുന്നുണ്ട്, അപ്പോഴൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ പൊതുവിദ്യാലയത്തേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം. അതൊരു കൾച്ചറായി, ഒരു കൾച്ചറൽ ഇമ്പോസിഷൻ വരുമ്പോഴാണ് നമ്മളതിൻ്റെ വിയോജിപ്പുകൾ പറയുന്നത്. താങ്ക് യു.